പിന്നെ ഉസ്താദ് ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ച് സ്ഥലം എടുത്തു, അപ്പൊ ഒരു 10 ലക്ഷം റുപ്യന്റെ സ്ഥലത്തിന് ഒരു 50,000 റുപ്യ 1 ലക്ഷം റുപ്യ നമ്മൾ ടോക്കൺ കൊടുത്തു. 6 മാസം കൊണ്ട് ഈ പാർട്ടിന്റെ ഇടപാട് ക്ലോസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മളത് 15 ലക്ഷത്തിന് മറിച്ച് വിറ്റ് കഴിഞ്ഞാൽ ഇയാൾക്ക് 6 മാസം കൊണ്ട് പൈസ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ സമയത്തിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി എന്നുകൊണ്ട് കച്ചവടം അനുവദിക്കപ്പെടുമോ ഇല്ലേ എന്നാണ് ചോദ്യം. മൈക്കിൾ ഹുസൈൻ, അസ്സലാമു അലൈക്കും. അതെ, അനുവദിക്കപ്പെടും, അതിനോ കുഴപ്പമില്ലല്ലോ. ഇയാൾക്ക് 6 മാസം കൊണ്ട് കാശ് കൊടുക്കാം എന്ന വ്യവസ്ഥയിൽ കച്ചവടം സ്ഥിരപ്പെട്ടു, കബൂൽ ചെയ്തു കാരണം ഭൂമി ഏറ്റെടുത്തു. ആധാർ രജിസ്റ്റർ ഒന്നും ആക്കിയിട്ടില്ല. കച്ചവടം ഈജാബും കബൂലും പറഞ്ഞു, വില മുറിഞ്ഞു, അഡ്വാൻസും കൊടുത്തു. അഡ്വാൻസ് എന്നല്ല, അതിന് വിലന്റെ ഒരു സംഖ്യ. ഉദാഹരണം ഇപ്പം ഒരു 10 ലക്ഷം വിലയുള്ള ഭൂമിക്ക് 1 ലക്ഷം കൊടുത്തു നോക്കിക്കോളി, ബാക്കിയുള്ള കാശ് 6 മാസത്തിനുള്ളിൽ തരാം എന്ന വ്യവസ്ഥയോടുകൂടി ഇത്തിഫാക്കായി ഭൂമി നിങ്ങൾക്ക് കൈവശം തന്നു. എന്നാൽ നിങ്ങൾക്ക് അത് 20 ലക്ഷത്തിനോ 25 ലക്ഷത്തിനോ എത്രക്കോ വേണമെങ്കിലും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ നിബന്ധന അനുസരിച്ച് 6 മാസത്തിനുള്ളിൽ ഇയാൾക്ക് കാശ് കൊടുത്താൽ മതി. ഭൂമി നിങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം നിങ്ങൾക്ക് മറിച്ച് വെക്കാവുന്നതാണ്. അവിടെ രജിസ്റ്റർ ആധാർ രജിസ്റ്റർ ആക്കിയോ ഇല്ലേ എന്നത് പ്രശ്നമല്ല, നിങ്ങൾ ഭൂമി ഏറ്റെടുത്തതിന് ശേഷമായിരിക്കണം. അതായത് നമ്മൾ കച്ചവടം ഞാൻ വിറ്റു വാങ്ങി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വിറ്റ് വാങ്ങി എന്ന് പറഞ്ഞതിന് ശേഷം സംഖ്യയുടെ ഒരു നിശ്ചിത തുക കൊടുക്കുകയും ബാക്കി ഇത്ര തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ തന്നു തീർക്കാം എന്ന വ്യവസ്ഥയിൽ നിങ്ങൾ പരസ്പരം ഇത്തിഫാക്കായതിനു ശേഷം ഭൂമി നിങ്ങൾക്ക് കൈവശം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിൽക്കാം, റെഡി കാശിന് വിൽക്കാം, അല്ലെങ്കിൽ ഈ 6 മാസത്തിനുള്ളിലുള്ള അവധിക്ക് വിൽക്കാം, കൂടുതലുള്ള അവധിക്ക് വിൽക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ എന്ത് വേണം മാത്രം, ഭൂമി നിങ്ങൾ ഇയാളിൽ നിന്നിട്ടും വ്യവസ്ഥ പ്രകാരം ഏറ്റെടുത്തതിന് ശേഷമായിരിക്കണം. ആധാർ രജിസ്റ്റർ ചെയ്തോളണം എന്നില്ല. കച്ചവടമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, എന്നോട് ഒരാൾ ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ചോദിക്കുകയാണ്. പിന്നെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തിൽ നാട്ടിലെ ആശുപത്രികളിലൊക്കെ ചിലപ്പോൾ സ്ത്രീകളൊന്നും ഉണ്ടാവില്ല കുളിപ്പിക്കാൻ. അപ്പൊ ഒരു പെണ്ണായ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട മയ്യത്താണെങ്കിൽ അത് ഏതെങ്കിലും പുറത്തുള്ള ആളുകൾ, മഹറമീങ്ങളല്ലാത്ത ആളുകൾക്ക് നിർബന്ധിതാവസ്ഥയിൽ കുളിപ്പിക്കാനോ മറ്റും ചെയ്യാമോ, കവർ ചെയ്യാനോ പറ്റുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ആവശ്യപ്പെട്ടാണ് വസിയത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട മൃതശരീരം ഒരു സ്ത്രീയുടേതാണെങ്കിൽ സ്ത്രീകൾ തന്നെ വേണം കുളിപ്പിക്കാൻ, അല്ലെങ്കിൽ തൊട്ടാവുതു മുറിയാത്ത മഹറമായ ആളുകൾ വേണം. ഇനി തീരെ വിരോധമില്ല, ഇല്ലെങ്കിൽ കുളിപ്പിക്കാൻ പാടില്ല, തയമ്മം ചെയ്യുകയാണ് വേണ്ടത്. അതിനിപ്പോ കുളിപ്പിക്കാൻ മുസ്ലിം വേണമെന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദാഹരണം, ആശുപത്രിയിലാണ്, അവിടെ പറഞ്ഞേക്ക് ഒരു പെണ്ണിന്റെ മയ്യത്തുമാണ്, വാപ്പ, ഭർത്താവ്, ആങ്ങള പോലെയുള്ള തൊട്ടാവുതു മുറിയാത്ത അടുത്ത ബന്ധുക്കൾ ഇല്ല താനും, അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്ന് നോക്കിക്കോളി. എന്നാൽ അവിടെ സ്ത്രീ തന്നെ കുളിപ്പിക്കണം. അതിന് മുസ്ലിമായ സ്ത്രീകൾ ആരും അവിടെ ഇല്ല, കുഴപ്പമില്ല. അവിടെയുള്ള ഏതെങ്കിലും സീപ്പർമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീയെയോ അതല്ലെങ്കിൽ സിസ്റ്റർമാര് നഴ്സുമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീയെയോ സഹായം തേടി അവര് കുളിപ്പിച്ചാലും മതി. മയ്യത്ത് കുളിപ്പിക്കാൻ മുസ്ലിം ആവണം എന്ന് ഷർത്തില്ല, മനുഷ്യൻ ആയാൽ മതി. പെണ്ണിന് പെണ്ണ്, ആണിന് ആണ് എന്ന് വേണം. അപ്പൊ അതിനെന്തോ 10, 50, 100 കൊടുത്തിട്ട് ഒരു മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത തന്നെ ഒരു സ്ത്രീയെ ഏർപ്പാട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു കൊടുത്താൽ മതി. നിയ്യത്തൊന്നും ചെയ്യൽ നിർബന്ധമില്ല. എന്തായാലും മതി, മയ്യത്തിന്റെ ശരീരത്തിൽ മുഴുവനും നല്ല തൊഹൂറായ വെള്ളം ഒരു പ്രാവശ്യം എത്തിച്ച് കഴുകിയാൽ മാത്രം മതി. അത് മുസ്ലിം ആയാലും കുഴപ്പമില്ല, അമുസ്ലിം ആയാലും കുഴപ്പമില്ല, സ്ത്രീകൾ തന്നെ ആയിരിക്കണം. അതല്ലെങ്കിൽ തൊട്ടാവുതു മുറിയാത്ത ബാപ്പ, ആങ്ങള, എളാപ്പ, അമ്മാവൻ തുടങ്ങിയ ആളുകളോ അല്ലെങ്കിൽ ഭർത്താവോ ഭർത്താവിന്റെ വാപ്പയോ പോലത്തെ തൊട്ടാവുതു മുറിയാത്ത പുരുഷന്മാരോ ആയിരിക്കണം. അത് രണ്ടുമില്ല, തൊട്ടാവുതു മുറിയാത്ത പുരുഷന്മാര് അതുമില്ല,
അതുപോലെ തന്നെ മുസ്ലിമീങ്ങളായ സ്ത്രീകളൊന്നും അതും ഇല്ല എങ്കിൽ അമുസ്ലിമായ സ്ത്രീ ആയാലും മതി. അന്യപുരുഷന്മാർക്ക് മയ്യത്ത്, ഒരു സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പറ്റുന്ന നിർബന്ധിത സാഹചര്യം വന്നാൽ കൈക്ക് ഗ്ലൗസ് ഇട്ടിട്ട് തയമ്മം ചെയ്യാണ് വേണ്ടത്, എന്നാൽ കുളിപ്പിക്കാൻ പാടില്ല എന്നാണ് ഫിഖ്ഹിന്റെ നിയമം. ഓക്കെ, ഇവിടെ നമ്മൾ ആശുപത്രിയിലൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇത് മുസ്ലിം ഇല്ലെങ്കിൽ പോലും അവിടെയുള്ള ആടെ ക്ലീനിങ്ങിനൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളിൽപ്പെട്ട നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ, അവൾക്ക് എന്തും കൂലി കൊടുത്തിട്ട്, അതല്ലെങ്കിൽ അവിടുത്തെ നഴ്സുമാരിൽപ്പെട്ട ഏതെങ്കിലും നഴ്സിന് കൂലി കൊടുത്തിട്ട് അവരോട് കുളിപ്പിക്കുക. ഇന്നതുപോലെ കുളിപ്പിക്കാൻ പറഞ്ഞാൽ വേറെത്തില്ല. നല്ല തഹൂറായ വെള്ളം ശരീരത്തിൽ മുഴുവനായിട്ട് ഒരു പ്രാവശ്യം എത്തിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരച്ച് വീണ്ടും അങ്ങനെ 3 വട്ടം ആക്കിയാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യമായാലും ഫർദ് വീടും. അത് അവരോട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒന്ന് കുളിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ അവർ കുളിപ്പിച്ചു തന്നോളും. അതിനെന്തെങ്കിലും അവർക്ക് പ്രതിഫലം കൊടുക്കേണ്ടി വരുള്ളൂ. എന്നാലും അന്യപുരുഷന്മാർക്ക് കുളിപ്പിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു പെണ്ണിനെയും കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ തയമ്മം ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇന്നലെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ജമ്മു കസറിന്റെ. അപ്പൊ അതിന്റെ ചെറിയൊരു ബാക്കി സംശയം കൂടി ഉണ്ടായിരുന്നു. പിന്നെ അത് ചോദിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതായത് ഇപ്പൊ നമ്മള് ഉസ്താദ് തന്നെ പറഞ്ഞു, ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന ദിവസവും തിരിച്ചു വരുന്ന ദിവസം വെച്ച് 4 ദിവസം ഒരു സ്ഥലത്ത് തങ്ങാണെങ്കിൽ ജമ്മു കസറാക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോ സംശയമാണ് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സംസാര വിഷയം വന്നപ്പോ അതിന്റെ സംശയം വന്നാണ്. അപ്പൊ അവിടെ ജമ്മു കസറാക്കുമ്പോ ഇപ്പൊ നമുക്ക് അവിടെ സമയമുണ്ട്. ഇപ്പൊ 4 റക്അത്ത് നിസ്കാരത്തിന് 2 റക്അത്ത് നിസ്കരിക്കും, 4 റക്അത്ത് തന്നെ നിസ്കരിക്കാനുള്ള സമയമുണ്ട്. അപ്പോ നമുക്ക് ഈ 4 റക്അത്ത് നിസ്കരിക്കലാണോ അവിടെ നല്ലത്, അതോ ഇതിന് ഏതാണ് അവിടെ ഹൈറ്? എനിക്കതാ അറിയണ്ടേ, പിന്നെ അതിന്റെ രീതിയില്ല. അസ്സലാമു അലൈക്കും. ചോദിച്ച് അതിന് മസലയാണ്. ഇന്ന് ചോദിക്കുന്നത് അതിന്റെ ഹൈറാണ്. രണ്ടും തെറ്റല്ല, ഞാനും ചോദിക്കാം. ജായിസാണെന്നാ പറഞ്ഞത്. 4 ദിവസത്തിൽ താഴെ അങ്ങോട്ട് എത്തിയ ദിവസവും ഇങ്ങോട്ട് കൂടുന്ന ദിവസവും അല്ലാതെ 4 ദിവസത്തിൽ താഴെയുള്ള ദിവസം, അപ്പൊ 3 ദിവസം വരെ നടത്തും. 4 ദിവസം പൂർത്തിയായാൽ പിന്നെ ജമ്മു കസറാക്കാൻ പറ്റൂല. 4 ദിവസത്തിൽ താഴെയുള്ള ദിവസം ഒരു സ്ഥലത്ത് താമസിക്കാൻ കരുതിയാൽ ജമ്മാക്കണമെങ്കിൽ അതും ജായിസാണ്, കസറാക്കണമെങ്കിൽ അതും ജായിസാണ്. എന്നാൽ സമയം സൗകര്യമുണ്ട്, അവിടെ താമസിക്കാണല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിലും ജമ്മു കസറാക്കൽ ജായിസാണ്. പക്ഷെ അവിടെ ഏതാണ് കൂടുതൽ ഉത്തമം എന്ന് ചോദിച്ചാൽ 2 മർഹല അല്ല 3 മർഹലയോ അതിൽ കൂടുതലോ ദൂരം ഉള്ളതാണെങ്കിൽ കസറാക്കലാണ് കൂടുതൽ നല്ലത്, ജമ്മാക്കാതിരിക്കലും ആണ് കൂടുതൽ നല്ലത്. രണ്ടും വേറിച്ച് മനസ്സിലാക്കുക. ശരിയല്ലേ? 3 മർഹലയോ അതിൽ കൂടുതലോ ദൂരമുണ്ടെങ്കിൽ കസറാക്കലാണ് കൂടുതൽ നല്ലത്. കസർ ആക്കാതെ പൂർത്തിയാക്കി നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് കസറാക്കി നിസ്കരിക്കലാണ്. ജമ്മാക്കാൻ പറ്റുമെങ്കിലും ജമ്മാക്കാതെ ഓരോ നിസ്കാരത്തെയും അതാതിന്റെ സമയത്ത് നിസ്കരിക്കലാണ് കൂടുതൽ നല്ലത്. ഓക്കെ, അഫ്വൽ അതാണ്. അതേ സമയത്ത് 2 മർഹല ഉള്ളൂ, 3 മർഹലയിൽ താഴെ ദൂരമുള്ളൂ എങ്കിൽ കസ അസ്സലാമലൈക്കും. ഉസ്താദ്, ഗ്യാരണ്ടി ആഭരണങ്ങളെ പറ്റിയിട്ട് എങ്ങനെയാണ്? ഈ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ വിൽക്കപ്പെടുന്നുണ്ടല്ലോ, അതിൽ ആ സ്വർണം ഒരിക്കലും തിരിച്ചു കിട്ടൂല. അതിൽ 1 ഗ്രാം ഉണ്ടാവുമല്ലോ, 100 മില്ലി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഹലാലാണോ? മുക്കുപണ്ടങ്ങൾ നിർമ്മിക്കലും അത് വ്യാപാരം ചെയ്യലും ഹറാമാണ് എന്നാണ് ഇസ്ലാമിന്റെ വിധി. സ്വർണ്ണാഭരണത്തിന് കുഴപ്പമില്ല, വെള്ളി ആഭരണത്തിനും കുഴപ്പമില്ല. മുക്കുപണ്ടങ്ങൾ എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ ഈ ഗ്യാരണ്ടി ആഭരണം എന്നൊക്കെ പറയുന്നത്. എന്ത് ഗ്യാരണ്ടി? അങ്ങനെ പേരല്ല. ഇനി ശരിക്കും ഞങ്ങൾ പഴയ കാലത്ത് ഫിഖ്ഹിന്റെ ഉലമാക്കന്മാര് പറയുന്ന മുക്കുപണ്ടം എന്ന് പറയുന്നതാണ് അതിന്റെ ശരിക്കുള്ള പേര്. എന്താണ്? ഗോൾഡ് കവറിങ്. പുറത്ത് കണ്ടാൽ നല്ല ശുദ്ധ സ്വർണ്ണാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ അതിന്റെ പുറത്തൊരു കവറിങ് മാത്രമേ ഉണ്ടാവൂ, മറ്റെന്തോ ലോഹമായിരിക്കും ഉള്ളിലുള്ളത്. അങ്ങനെ ആഭരണം നിർമ്മിക്കലും ഹറാമാണ്, അതിനെ വിൽപ്പന നടത്തലും ഹറാമാണ്. അത് വലിയൊരു വ്യാപാരമാണെന്ന് നിലവിൽ
അല്ലെ? വലിയൊരു വ്യവസായമാണ് നിലവിൽ. ഇങ്ങനെ നിർമ്മിക്കൽ വലിയൊരു വ്യവസായവും അത് വിൽപ്പന നടത്തൽ വലിയൊരു വ്യാപാരവും തന്നെയാണെന്ന്. എന്ന് വെച്ചത് ഹലാലാണെന്ന് വരൂല. കാരണം അതിന്റെ പിന്നിൽ വരുന്ന ചതികളും വഞ്ചനകളും തട്ടിപ്പുകളും പറഞ്ഞാൽ തീരാത്തതാ. അതിന് മാത്രം തട്ടിപ്പും വഞ്ചനയും അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ബാങ്കുകളെ പോലും ചതിച്ചുകൊണ്ട് മുക്കുപണ്ടം പണയം വെച്ച് കാശ് വാങ്ങുന്നു. സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ യഥാർത്ഥ സ്വർണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചതിക്കുന്നു. ഇങ്ങനെ ചതിയും വഞ്ചനയും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയും അങ്ങനെ നടത്താൻ സാധ്യതയുള്ളതും ആയതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അങ്ങനെയുള്ള ആഭരണങ്ങൾ നിർമ്മിക്കലും അതിനെ വ്യാപാരം നടത്തലും രണ്ടും ഹറാമാണ് എന്ന് പറഞ്ഞത്. സംഗതി നാട്ടിൽ അതൊരു വലിയ വ്യവസായമാണ്, വലിയൊരു വ്യാപാരവുമാണ്. അത് ഹറാമായ വ്യവസായവും ഹറാമായ വ്യാപാരവുമാണ്. ഇസ്ലാം ശരീഅത്ത് ചതിക്കാനും ചതിക്ക് കൂട്ടുനിൽക്കാനും ഒരിക്കലും അനുവാദം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വ്യാപാരവും ആ വ്യവസായവും രണ്ടും അനുവദനീയമല്ല. അസ്സലാമു അലൈക്കും. സോ അത് ആഭരണം ധരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ പബ്ലിക്കിൽ കാണുന്നുണ്ട്. എന്റെ ചോദ്യം അതല്ല. പിന്നെ ഐബായ സാധനങ്ങൾ വിറ്റാൽ അത് ഐബ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നെ തിരിച്ച് പിന്നെ ആ കച്ചവടത്തിൽ നിന്ന് ഒഴിയാം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇപ്പോൾ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ആടിന് ഗർഭം ഇല്ലെന്ന് പറഞ്ഞിട്ട് വിറ്റു. പക്ഷെ പിന്നീട് ഗർഭം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വിറ്റ ആൾക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ടോ, അതിൽ നിന്നുള്ള അവകാശമുണ്ടോ എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും. പബ്ലിക്കിന് നമ്മൾ മറുപടി പറയണില്ലല്ലോ വക്കീലെ. അത് പബ്ലിക്കിൽ അടിക്കേണ്ട ആവശ്യമില്ല, അത് ചോദിക്കുന്ന വേണം. അല്ലാതെ പബ്ലിക്കിൽ ചിലവർ അടിക്കും, അതിന് ചിലവർ പബ്ലിക്കിൽ ഉത്തരവും പറയും. അതിന് രണ്ടിനും നമ്മൾ മസ്ഊലല്ല. SGV പബ്ലിക്കിൽ ചോദ്യം ചോദിക്കുന്നതിന് മറുപടി പറയാനോ പബ്ലിക്കിൽ അടിച്ച മറുപടിക്ക് ഉത്തരവാദിത്വം ഏൽക്കാനോ രണ്ടിനും SGVക്ക് ഉത്തരവാദിത്വമില്ല. മൈക്കെടുത്ത് ചോദിക്കുക, മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റാത്തവര് മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റുന്നവർക്ക് PM അടിച്ചിട്ട് അവരിലൂടെ ചോദിപ്പിക്കുക. അത് രണ്ടു വഴിയേ ഉള്ളൂ. പബ്ലിക് അടിച്ചതിന് മറുപടി പറയാൻ ഒരിക്കലും ഇവിടെ SGV ബാധ്യസ്ഥമല്ല. ആരെങ്കിലും അങ്ങനെ മറുപടി അവിടെ വേറെ പബ്ലിക്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് SGVക്ക് ഉത്തരവാദിത്വവും ഇല്ല. ആട്ടെ, ഈ ഗർഭമുള്ള ആടാണ് എന്ന നിബന്ധനയിൽ വിറ്റ് പിന്നീട് ഗർഭമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അത് ഐബാണ്. അതുകൊണ്ട് തന്നെ ഐബല്ല, അത് ഖുൽഫ് ആണ്, നല്ല വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ആ വ്യാപാരം ക്യാൻസൽ ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ഉടമക്ക് അധികാരമുണ്ട്. അത് ഓക്കെ. വക്കീൽ ചോദിച്ചാൽ അതല്ല, അതിന്റെ തല തിരിച്ചിട്ട്, അതായത് ആട് ഗർഭമില്ലാത്തൊരു സാധാരണ ആട് എന്ന വ്യവസ്ഥയിൽ ആണ് വിറ്റത്. ആ നിലക്കാണ് വാങ്ങിയതിന് ശേഷം പിന്നീട് ആടിന് ഗർഭമുണ്ടായിരുന്നു എന്ന് മനസ്സിലായാൽ വിറ്റവന് പിന്മാറാൻ വകുപ്പുണ്ടോ? അതില്ല. കാരണം എന്താ? അത് മറിഞ്ഞടക്കുന്ന ഒരു കാര്യമാണ്. അത് ഉപാധി വെച്ചുകൊണ്ടല്ല വിൽക്കലും വാങ്ങലും. ഗർഭമില്ല എന്ന ഷർത്തോടുകൂടി വിൽക്കുന്നു എന്ന് അങ്ങനെ ഒരു ഷർത്താരും വക്കലില്ല. പക്ഷെ വിൽക്കുമ്പം ഗർഭം ഷർത്താക്കിയിട്ടില്ല. ഈ ആട് എന്നുള്ള വ്യവസ്ഥയിലാണ് വിറ്റ്. ആ ആടിന് പിന്നെ ഗർഭമുണ്ടോ എന്ന് തിരിഞ്ഞാൽ വാങ്ങിയവന് വെച്ചായി എന്നല്ലാതെ പ്രത്യേകിച്ചൊത്തുമില്ല. അതിന്റെ പേരിൽ ഖുൽഫ് എന്ന നിബന്ധന വെച്ചിട്ട് വാങ്ങാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാല് ഇന്ന നിബന്ധന ഉണ്ടെങ്കിൽ ഇന്ന നിബന്ധനയോടുകൂടി ഞാൻ വിൽക്കുന്നു, ആ നിബന്ധനയോടുകൂടി ഞാൻ വാങ്ങി എന്ന് പറഞ്ഞു കഴിയുമ്പം ഈ നിബന്ധനയ്ക്ക് വിപരീതം വന്നു എന്ന് വിറ്റോനല്ലല്ലോ ബോധ്യപ്പെടുന്നത്, വാങ്ങിയവനാണല്ലോ. അങ്ങനെ വാങ്ങിയവന് ബോധ്യപ്പെട്ടാൽ അവന് വേണമെങ്കിൽ അതിന് ഉറപ്പിക്കാം, വേണ്ടെങ്കിൽ പിന്മാറാം. അതാണ് ഖുൽഫിന്റെ ഖിയാറ്. ഇവിടെ വിറ്റോൻ ഗർഭമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉണ്ടായാലും ഇല്ലെങ്കിൽ ഓൻ എന്താ ഫായിദ? ഒന്നുമില്ല, മുക്കല്ലേ. അപ്പൊ അതിനുശേഷം ഗർഭം ഉണ്ടായിരുന്നു എന്ന് തിരിഞ്ഞാൽ ഖുൽഫിന്റെ പേരിൽ പിന്മാറാൻ അവന് ഒപ്പില്ല. കാരണം ഓനല്ലല്ലോ ഖുൽഫ് വരുന്നത്, മറ്റോനാണല്ലോ. അതായത് ഞാൻ പറയുന്ന ഷർത്ത് എനിക്ക് ഗുണകരമാണോ എന്നല്ല. ഇവിടെ പറയുന്നത് വാങ്ങുന്ന ആളാണ് ആടിന് ഇന്ന ഗുണം ഉണ്ടാകുക. ഗർഭം ഉണ്ടാകാൻ പറയുന്ന ആടിന് ഗുണമാണ്.
ആ ഗുണമുണ്ട് എന്ന നിബന്ധനയോടുകൂടി വിറ്റാൽ ആ ഗുണം ഇല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ താൻ വാങ്ങിയ വസ്തുവിന് ഉപാധി വെച്ച ഗുണം ഇല്ല എന്ന കാരണത്താൽ അവന് വേണമെങ്കിൽ പിന്മാറാം എന്ന്. ഈ ഒരു വ്യവസ്ഥ ചോദ്യത്തിൽ പറഞ്ഞ വിറ്റ വ്യക്തിക്ക് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഖുൽഫിന്റെ പേരിൽ ഈ വിഷയത്തിൽ ഖിയാർ അനുവദിക്കപ്പെടുന്നതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, നേരത്തെ എന്റെ സംശയം ഒരാൾ ചോദിച്ചു പോയിരുന്നു, പക്ഷെ അതിൽ ചെറിയൊരു ഇതും കൂടി ഉണ്ട്. ഈ സഹിയാത്ത കച്ചവടം അതുപോലത്തെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വിധി ഹറാമാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അങ്ങനെ തന്നെ അതിന്റെ വിധി. ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്തിന് വിരുദ്ധം വന്ന് സഹീഹല്ലാത്ത ഒരു കച്ചവടം നടന്നാൽ ആ കച്ചവടത്തിന്റെ ഹുക്മ് ഹറാമ് എന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം ബിസിനസ്സുകൾ ചെയ്യൽ ഹറാമായ ഇടപാടാണ്. അതിൽ നിന്ന് വരുന്ന സമ്പാദ്യം ഹറാമായ സമ്പാദ്യമായി മാറും. പക്ഷേ ഉഭയകക്ഷി സമ്മതത്തോടുകൂടി പരസ്പരം തൃപ്തിപ്പെട്ട് കൈമാറുന്നതുകൊണ്ട് നാളെ ആരാന്റെ ഹക്ക് തിന്നു എന്നതിന്റെ പേരിൽ കുറ്റക്കാരനാവില്ല. മനസ്സിലായ? രണ്ടും രണ്ടാണ്. ഒരാളുടെ ധനം ഹക്കില്ലാതെ നമ്മൾ തിന്നു എന്ന നിലക്ക് കുറ്റക്കാരനാവില്ല. കാരണം എന്താണ്? പരസ്പരം അറിഞ്ഞും തൃപ്തിപ്പെട്ടും ചെയ്തതാണ്. എങ്കിൽ ഇസ്ലാം ശരീഅത്ത് പരസ്പരം കൈമാറ്റത്തിന് വ്യാപാരത്തിന് വെച്ച നിശ്ചിത നിബന്ധനകൾ അനുസരിച്ച് ഇത് ചെയ്യാൻ പാടുള്ളൂ. ആ നിബന്ധനയ്ക്ക് വിരുദ്ധമായി ചെയ്യുമ്പോൾ ആ ഇടപാട് ഹറാമാണ്. അതിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളും ഹറാമായി മാറും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ ചോദ്യം, ഇപ്പൊ ഞങ്ങൾ ഇലക്ട്രോണിക്സ് എല്ലാം വാങ്ങുമ്പോൾ അവർ വാറന്റി അല്ലെങ്കിൽ ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരാറുണ്ട് 1 വർഷത്തെ. ഇങ്ങനത്തെ ഈ ഗ്യാരണ്ടി അല്ല വാറന്റി, ഇത് ഇസ്ലാമിലത് മാന്യത, വാറന്റിക്കോ ഗ്യാരണ്ടി ഇസ്ലാമിലത് മാന്യത ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വാറന്റിക്ക് കുഴപ്പമില്ല എന്നാ മനസ്സിലാണ്. കാരണം സാധനത്തിന് ഈ നിശ്ചിത കാലാവധിക്കുള്ളിൽ മനഃപൂർവ്വം വീഴ്ചയില്ലാതെ വല്ല കേടും വന്നാൽ അത് നന്നാക്കി കൊടുക്കാമെന്ന വ്യവസ്ഥ, അങ്ങനെ വ്യവസ്ഥക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല. മനഃപൂർവ്വം വീഴ്ച ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗ്യാരണ്ടിയും വാറന്റിയും ഒന്നും ബാധകമല്ലല്ലോ. പക്ഷെ സാധനത്തിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് നിയമപ്രകാരം ഏത് വകുപ്പിൽപ്പെടും എന്ന് ചിന്തിക്കുന്ന വേണം. അതിപ്പോ പറയാൻ കഴിയില്ല. ആലോചിച്ചിട്ട് ഇനി കച്ചവടത്തിനെ പറ്റിയിട്ട് പറയുന്നിടത്ത് വിശദമായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ചിന്തിക്കുക എന്നല്ലാതെ ഇപ്പോ പറയാൻ ഓർമ്മയില്ല. അസ്സലാമലൈക്കും. സുനീർ മൈക്ക് എടുക്കുന്നില്ലേ? ഒരു ചോദ്യം PM വന്നതാണ്. എന്റെ വ്യക്തിപരമായ ചോദ്യമല്ല, അത് ഉറപ്പിച്ച് പറയാണ്. ചോദ്യം, ഒരാൾക്ക് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം പ്രാപ്തനാണ്. അയാൾക്ക് വേറൊരു കല്യാണം കൂടി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിലവിലുള്ള പെണ്ണും കുടുംബവും ഈ വിവരം അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് രഹസ്യമായിട്ട് വിവാഹം ചെയ്തിട്ട് പിന്നീട് സാവധാനം പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ്, ഇസ്ലാമികപരമായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. മൈക്കിൾ ലിസിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. അവിടെ കേൾക്കുണ്ടാവോ അപ്പോഴേ? ആദ്യം തന്നെ പേടിയുണ്ട് അപ്പോമിഷന്. കാരണം എന്ന് വെച്ചാൽ അവിടെ പോലും വേണമെങ്കിൽ കേൾക്കുന്നുണ്ടാവും. ഇനിയിപ്പോ അതാകെ വണ്ടിയും വലിയാണ്ടെന്നുള്ള എനിക്ക് വേണ്ടിയിട്ടല്ല, വേറൊരു സഹോദരന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ട് പറഞ്ഞത്. ഏതായിക്കോട്ടെ, ഇനിയിപ്പോ നിങ്ങൾക്കാണെങ്കിൽ എന്താ ഒരു കേട്ട് പഠിച്ചോട്ടെ. അങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ പറ്റുമോ പറ്റൂല എന്നുള്ളത് ആദ്യത്തെ പെണ്ണിനോടോ ആദ്യത്തെ കുടുംബത്തിനോടോ സമ്മതം വാങ്ങുക എന്ന് പറയുന്ന ഒരു നിബന്ധന രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ഒരു പുരുഷന് ഇസ്ലാം നിബന്ധന വെച്ചിട്ടില്ല. അതൊട്ട് ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലത്തെ സിറ്റുവേഷനിൽ നിലവിലുള്ള ഭാര്യ രണ്ടാമതൊരു പെണ്ണിന് വിവാഹം കഴിക്കാനുള്ള സമ്മതം കൊടുക്കും എന്ന് സാധാരണഗതിയിൽ തോന്നുന്നില്ല. അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഇസ്ലാം ശരീഅത്തനുസരിച്ച് ഇതിന്റെ നിയമം എന്താന്ന് വെച്ചാൽ, ഒരു
ഒരു ഭാര്യ ഉള്ളവന് പാകുണ്ടെങ്കിൽ ഓളടുത്ത് പോയാൽ മതി, ഇല്ലെങ്കിൽ പോകാതെ നിൽക്കാം. രണ്ടാമതൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഭാര്യമാർക്കിടയിൽ തുല്യ നീതി പാലിക്കൽ ഷർത്താവുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭാര്യയുടെ കൂടെ പരമാവധി തുടർച്ചയായി 3 ദിവസത്തിലപ്പുറം താമസിക്കാൻ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയല്ലാതെ പാടുള്ളതല്ല. ഒരു ദിവസം ഒരു ഭാര്യയുടെ കൂടെ താമസിച്ചാൽ നിർബന്ധമായും അടുത്ത ഒരു ദിവസം അടുത്ത ഭാര്യയോട് കൂടി താമസിച്ചിരിക്കണം. അതിന് വിപരീതം വരുന്നെങ്കിൽ പൂർണ്ണമായ സമ്മതവും തൃപ്തിയും വാക്കാലുണ്ടായിരിക്കണം. അവിടെയാണ് ബുദ്ധിമുട്ട്. അല്ലാതെ കെട്ടണമെങ്കിൽ പോലെ സമ്മതത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കെട്ടാണെങ്കിൽ ഒരു സമ്മതം തരുമോ? ചിലപ്പോഴൊക്കെ സമ്മതം തന്ന് വരുത്തുന്നല്ലാതെ അധികം ഉണ്ടാവില്ല. അപ്പോ ഇത് പാലിക്കാൻ കഴിയാത്തവർക്ക് അതെല്ലാവരും വരാം. ഉദാഹരണം, ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്, ആള് ഗൾഫിലാണ്. 1 കൊല്ലം ഒരു ഭാര്യയെ കൂടെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുന്നു. എന്നിട്ട് അവരെ ലീവ് അടിച്ച് നാട്ടിൽ പറഞ്ഞയച്ചിട്ട് അടുത്ത 1 കൊല്ലം മറ്റേ ഭാര്യയെ കൊണ്ട് താമസിപ്പിക്കുന്നു. 2 ഭാര്യമാർക്കും അത് സമ്മതാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ എന്നാൽ ആദ്യമാരെയാണ് കൊണ്ടുപോകേണ്ടത് എന്നത് നറുക്കിട്ടേ തീരുമാനിക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 ഭാര്യമാരുണ്ടെങ്കിൽ ആദ്യം എവിടെ താമസിക്കണം, പിന്നെ എവിടെ താമസിക്കണം എന്ന് നറുക്കിട്ട് തീരുമാനിക്കണം. എന്നിട്ട് ഒരു ഭാര്യന്റെ അവിടെ പരമാവധി 3 ദിവസമേ താമസിക്കാൻ പറ്റൂ. അങ്ങനെ 3 ദിവസം താമസിച്ചാൽ അടുത്ത ഭാര്യന്റെ കൂടെ 3 ദിവസം താമസിക്കണം. അതിനപ്പുറം വേണമെങ്കിൽ, ഉദാഹരണം, ഒരാഴ്ച ഒരാളടുത്ത് നിൽക്കുകയാണ്, അടുത്ത ആഴ്ച മറ്റൊരാളടുത്ത് നിൽക്കുകയാണെങ്കിൽ അത് രണ്ടാളുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയാണെങ്കിൽ ആവാം. അല്ലെങ്കിൽ 1 മാസം ഒരു ഭാര്യയുടെ കൂടെ താമസിച്ചു, അടുത്ത മാസം മറ്റൊരു ഭാര്യയുടെ കൂടെ താമസിക്കുകയാണെങ്കിൽ രണ്ടാൾക്കും തൃപ്തിയും സമ്മതമാണെങ്കിൽ ആകാം. ഇല്ലെങ്കിൽ 3 ദിവസത്തിന്റെ അപ്പുറം ഒരു ഭാര്യയുടെ കൂടെ താമസിക്കാൻ പാടില്ല. 3 ദിവസം ഒരു ഭാര്യയുടെ കൂടെ താമസിച്ചാൽ അടുത്ത 3 ദിവസം മറ്റേ ഭാര്യയുടെ കൂടെ താമസിക്കേണ്ടതാണ്. അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരോ മാരാന്റെ ഹക്ക് എന്ന നിലക്ക് അള്ളാഹിന്റെ അടുക്കൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ ഒന്നിലധികം ഭാര്യമാരെ കൊണ്ടിറക്കുക എന്ന് പറഞ്ഞാലേ അത് അത്ര സുഖമുള്ള സംഗതിയൊന്നുമല്ല. പാലിച്ച് കൊണ്ടിറക്കാൻ പറ്റുമെങ്കിൽ ജായിസാണ്. ഭാര്യന്റെ സമ്മതം വാങ്ങുന്നു വേണ്ട, അള്ളാന്റെ കൽപ്പന അനുസരിക്കേണ്ടി വരും. അതാണ് കാരണം. തുല്യ നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഫവാഹിദ എന്ന് അള്ളാഹു തആല പറഞ്ഞതാണ്. പണ്ട് കേട്ടോ, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല തങ്ങളുടെ സമയത്ത് ഖലീഫ മൻസൂർ ആണെന്നാണ് എന്റെ ഓർമ്മ. ഖലീഫ മൻസൂർ ഭാര്യയായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. താൻ ജീവിച്ചിരിക്കുമ്പോൾ വേറെ കല്യാണം കഴിക്കൂലെന്ന് ഉപാധി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കെന്തോ ഒരു പ്രശ്നം വന്നപ്പം രാജാത്തിനൊന്ന് ഒതുക്കണം എന്നുള്ള ആൾക്ക് 2ാം കെട്ട് കെട്ടാൻ ഉദ്ദേശിച്ചു. അപ്പോ ഖലീഫൻ ആളെ പറഞ്ഞ് ഖലീഫന്റെ അടുത്തേക്ക് ഖലീഫ ആളെ അയച്ചു ഇമാമിന്റെ അടുത്തേക്ക്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഖലീഫന്റെ ദർബാറിൽ ഹാജരായി. അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നോ ഒരു തർക്കമാണെന്നൊന്നും ആർക്കറിയില്ല, ഇമാമിനറിയില്ല. എന്തോ ഒരു അത്യാവശ്യമായ ഒരു കാര്യം ചർച്ച ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്. അപ്പോ രാജാവ് ഇരിക്കുന്നതിന്റെ ബേക്കിൽ ഒരു പിരിയിട്ടിട്ട് അപ്പുറത്ത് രാജാത്തി ഉണ്ട്. അതൊന്നും ഇപ്പം ഇമാം അറിയില്ല. അങ്ങനെ ഒന്ന് ബഹുമാനപൂർവ്വം സ്വീകരിച്ച് ഇരുത്തി അന്വേഷണങ്ങൾക്ക് ശേഷം പറഞ്ഞ് തങ്ങളെ ഒരു കാര്യമായ ഒരു മസല ചോദിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങളോട് ഇവിടെ വരെ എന്ന് വരാൻ പറഞ്ഞത്. വിഷമായെങ്കിൽ ക്ഷമിക്കണം, ഇല്ല എന്താ അത്യാവശ്യമുള്ളതുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്വതന്ത്രനായ ഒരു പുരുഷന് എത്ര വിവാഹം വരെ കഴിക്കാതെ വെച്ചു. അതിപ്പോ ഒരു വലിയ പ്രശ്നമില്ലല്ലോ, ഏത് മുത്താലിമീങ്ങൾക്കും തിരിയുന്ന കാര്യമല്ലേ. ഉടനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീതി പാലിക്കാൻ കഴിയുമെങ്കിൽ 4 ഭാര്യമാരെ വരെ കല്യാണം കഴിക്കാൻ ഒരു സ്വതന്ത്രനായ പുരുഷന് അവകാശമുണ്ട് എന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ ഖലീഫ മേശമലിങ്ങനെ മുട്ടിയിട്ട് പറഞ്ഞു, രാജാത്തി കേട്ടോ, ബേക്കില് രാജാത്തി ഇരിക്കുന്നുണ്ട്, പിരിക്ക് പിന്നില് എന്നും രാജാവും രാജാത്തിയും തമ്മിൽ എന്തോ തർക്കാണെന്നൊന്നോ അതുവരെ ഇമാമിനറിയില്ല. ഇത് മേശമിൽ മുട്ടിയിട്ട് ഇസ്മായിയാഹുറ എന്ന് പറഞ്ഞപ്പം ഇമാമിന് മനസ്സിലായി ഇവിടെ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. ഉടനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ലാ യഹ്ലു ലക ഇല്ലാ വാഹിദ,
അമീറുൽ മോമിനീനായിട്ടുള്ളവരെ നിങ്ങൾക്ക് ഒരു പെണ്ണെ ഹലാലാവുള്ളൂ, രണ്ടാമത്തെ കെട്ടാൻ പറ്റൂല. അത് മതിയല്ല, രാജാവിനോടാ പറയണതേ. രാജാവ് ചൂടായി. നമ്മളാണെങ്കിൽ എന്താ പറയാ, എന്താ പറയാ, നിങ്ങളിപ്പ പറഞ്ഞ ഒരു ഇരിപ്പിൽ തന്നെ 2 കൊല്ലം നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ് 4 വരെ കെട്ടാന്ന്, എന്നിട്ട് എനിക്കൊന്നേ പറ്റുള്ളൂ. എന്താ ഞാൻ സ്വതന്ത്രനായ മനുഷ്യനല്ലേ? അങ്ങനെയല്ല. നിങ്ങൾ ആ മേശമൽ മുട്ടിയിട്ട് ഇസ്മായിൽ അയ്യാഹുറ എന്ന് പറഞ്ഞപ്പോ അതിന് എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും എന്തോ വഴക്കിലാണ്. ഇപ്പം രാജാത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ 2ാം കെട്ട് കെട്ടുന്നത്, അല്ലാതെ എന്തിനല്ല. നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഭാര്യ വേണമെന്നും രണ്ടാളും തമ്മിൽ തുല്യ നീതി ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, രാജാത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നീതി ചെയ്യാൻ പറ്റൂല എന്ന് കണ്ട ഒരന്നേ പാടുള്ളൂ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. നീതി ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫവാഹിദ എന്ന് ഖുർആൻ പറഞ്ഞ അതാ പറഞ്ഞത്. എന്നതുപോലെ നീതി ചെയ്യലാണ് നിബന്ധന. നീതി ചെയ്യാന്ന് പറഞ്ഞാൽ 3 ദിവസത്തിന്റെ അപ്പുറം ഒരു ഭാര്യയുടെ കൂടെ താമസിക്കാൻ പാടില്ല. 3 ദിവസം താമസിച്ചാൽ നിർബന്ധമായും 3 ദിവസം മറ്റേ ഭാര്യന്റെ കൂടെയും താമസിക്കണം. അപ്പൊ ഈ രണ്ടാമത്തെ ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്. ഓള് 40 ഒഴിച്ച് ശുദ്ധിയാകുന്നവരെ ഓളോടെ താമസിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ 40 ദിവസം മറ്റുള്ള കൂടെ താമസിക്കാൻ പറ്റുമോ? അനങ്ങാൻ പറ്റൂല. 3 ദിവസം ഇവളവിടെ പോയാൽ ബാക്കി 3 ദിവസം പ്രസവിച്ച് കിടക്കുന്ന ഓള വീട്ടിൽ പോയി താമസിക്കുക. അവിടെ പോയി കിടന്നുറങ്ങിയിട്ട് എന്താ കാര്യം? ഈ ഒരാഴ്ച ഇവിടെ തന്നെ കൂടാന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റൂല. 3 ദിവസം ഇവിടെ നിന്നാൽ അടുത്ത 3 ദിവസം മറ്റോടത്ത് പോയി നിന്നോളണം. അപ്പൊ അവൾക്ക് അയലാണ് നിഫാസാണ് എന്നൊന്നും നോക്കണ്ട. അവിടെ കൂടെ താമസിക്കുന്ന വിഷയത്തിൽ തുല്യനീതി പാലിക്കണം. ഇനി അതേ സമയത്ത് 2ആളോടും പറഞ്ഞു, എന്നാൽ 2ആൾക്കും പൂർണ്ണ സമ്മതാണെങ്കിൽ ആ സമ്മതപ്രകാരം ചെയ്യാമെന്നല്ലാതെ പാടില്ല. ഇങ്ങനെ നീതി പാലിക്കാൻ കഴിയുമെങ്കിൽ 2ാമത്തതോ 3ാമത്തതോ 4ാമത്തത് വരെ കെട്ടാം. അല്ലാതെ തടിക്കാരോഗ്യമുണ്ട്, മുതലുകൊണ്ട് കഴിവുണ്ട് എന്ന് മാത്രം നോക്കിയാൽ പോരാ. തുല്യനീതി പാലിക്കാൻ അറിയുകയും വേണം. അതനുസരിച്ച് പാലിക്കുമെന്നുള്ള ഉത്തമ ബോധ്യവും ഉണ്ടെങ്കിൽ കെട്ടാൻ, ഇല്ലെങ്കിൽ കെട്ടാൻ പാടില്ല ഒന്ന് കൂടുതൽ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഉസ്താദ്, ചില കണ്ണടകൾ വരുന്നുണ്ട് 22 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് സാധാരണ നില ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന്റെ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. പുരുഷന്മാർക്ക് തനിത്തങ്കമായതും സ്വർണം വ്യക്തമായി പുറത്തു കാണുന്നതും അല്ലെങ്കിൽ സ്വർണം കൂടുതലുള്ളതുമായ വസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നത് നല്ലല്ല. ഒക്കെ വിരോധിക്കപ്പെട്ടതിൽപ്പെട്ടത്. അതേ സമയത്ത് വളരെ കുറഞ്ഞ അംശമേ ഉള്ളൂ, അത് കൂടിക്കലർന്ന് മറ്റേതിൽ നിന്ന് വേർതിരിയാത്ത നിരക്കായിട്ടുണ്ട്, സ്വർണ്ണമല്ലാത്തതാണ് കൂടുതൽ എങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഗോൾഡ് കവറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്ത് മാത്രം സ്വർണ്ണ കളറും, അത് ശരി സ്വർണ്ണമാണ്, ഉള്ളിൽ മറ്റെന്തോലോ ആണെങ്കിൽ അത് പാടില്ല തന്നെ. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഞാന് ഹജ്ജിന്റെ നിസ്കാരത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഹജ്ജിന് ഞങ്ങൾ അറഫയിൽ പോകുമ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ അറഫയിൽ പള്ളിന്റെ അടുത്ത് നിസ്കരിക്കുമ്പോൾ ജമാഅത്തിൽ ഞങ്ങൾ മക്കൾ സ്ഥിര താമസക്കാരാണ്. ജമാഅത്തിൽ പങ്കെടുക്കാതെ ഞങ്ങൾ പുറത്ത് മാറി നിന്നപ്പോൾ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിസ്കരിക്കുകയും അതിന്റെ ശേഷം പാകിസ്ഥാനികൾ എല്ലാവരും വന്ന് ഞങ്ങൾ ശല്യം ചെയ്ത് ഇങ്ങനത്തെ മുസ്ലിങ്ങളെല്ലാം ഇമാമിന് കൂടെ നിസ്കരിക്കാത്തെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവിടുന്ന് സ്ഥലം മാറി പോവുകയും ചെയ്യേണ്ടി വന്നു. പിന്നീടുള്ള ഹജ്ജുകളിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇമാമിന്റെ കൂടെ ലോകമാന്യത്തിന് വേണ്ടി സുന്നത്തിൽ നിസ്കരിക്കുകയും പിന്നെ വക്തിന്റെ സമയത്ത് ളുഹൂർ നിസ്കരിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ മതിയോ? ഇതല്ല ഞങ്ങൾക്ക് വേറെ നല്ല വഴികളും വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് അറഫയിലായാലും മുസ്ദലിഫയിലായാലും ഹജ്ജുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ ഉള്ള ജമ്മും ഖസറും യാത്രയുടെ പേരിലുള്ളതാണ്.
അപ്പൊ 2 മർഹലയോ അതിൽ കൂടുതലോ ദൂരയാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ ജമ്മാക്കി നിസ്കരിക്കാനും പറ്റൂ, ഖസറാക്കി നിസ്കരിക്കാനും പറ്റൂ എന്നതാണ് ഷാഫി മദ്ഹബ്. അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് ആ ജമാഅത്തിൽ തുടരുന്നതുകൊണ്ട് കേടില്ല. ഒന്നാമത്തെ നിസ്കാരത്തിൽ തുടർന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ഇമാമ സലാം വീട്ടിയാൽ എഴുന്നേറ്റ് ബാക്കി 2 റക്അത്ത് കൂടി സഫർ 2 മർഹല ഇല്ലാത്ത മക്കത്തും മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് തുടർന്ന് നിസ്കരിക്കാം. പക്ഷേ ആദ്യം ളുഹ്ർ 2 റക്അത്താണ് ഇമാം നിസ്കരിക്കുക, നമ്മൾ പൂർത്തിയായിട്ട് ളുഹ്ർ നിസ്കരിക്കുക. ഇമാമ സലാം വീട്ടി കഴിഞ്ഞാൽ ബാക്കി എഴുന്നേറ്റ് 2 റക്അത്ത് കൂടി നിസ്കരിക്കാം. അതിന് കുഴപ്പമില്ല. അതല്ലാതെ അവിടെ സുന്നത്ത് ഇമാമിന്റെ കൂടെ ലോകമാന്യത്തിന് നിസ്കരിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ളുഹ്ർ തന്നെ ഫർള് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുകയും ഇമാം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാൽ എഴുന്നേറ്റ് ബാക്കി 2 റക്അത്ത് കൂടി നിസ്കരിക്കുകയും ചെയ്താൽ മതി. അതാണ് ശരിയായ വഴി. പിന്നുള്ളത് മദ്ഹബ് മാറുന്ന രീതിയാണ്. അത് കുറച്ച് പ്രയാസാണ്. ഉദാഹരണം പറഞ്ഞാല് ഹംബലി മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ, അതുപോലെ തന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ ജമ്മാക്ക, ഖസറാക്കണമെങ്കിൽ യാത്ര വേണം തന്നെ. അതൊന്നും അറിയാത്ത ജാഹിലീങ്ങളായി ഈ മസ്അല പറയുന്നത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് ളുഹ്റും അസ്റും ഒന്നിച്ച് ജമ്മാക്കി നിസ്കരിക്കുക, യാത്ര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതേ സമയത്ത് ഖസറാക്കി 2 റക്അത്താക്കണമെങ്കിൽ യാത്ര 2 മർഹല തന്നെ വേണം. അയാൾക്ക് 3 മർഹല 2 മർഹലയല്ല, 3 മർഹല ഉണ്ടെങ്കിലേ ഖസറാക്കാൻ പാടുള്ളൂ. പക്ഷേ അറഫയിൽ വെച്ച് ളുഹ്റും അസ്റും ജമ്മാക്കി നിസ്കരിക്കലും മുസ്ദലിഫയിൽ വെച്ചിട്ട് മഗ്രിബും ഇശാവും ജമ്മാക്കി നിസ്കരിക്കലും ഹജ്ജിന്റെ ഇബാദത്തുകളിൽപ്പെട്ടതാണ് ഹനഫി മദ്ഹബുകാർക്ക്. എന്നാൽ ഖസ്ർ ആ കൂട്ടത്തിൽ പെടൂല. ഖസ്ർ യാത്ര ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹനഫികൾ എന്ന് പറയുന്ന ഈ കൂട്ടർക്ക് അതിനെപ്പറ്റി അറിയുന്ന ഒരു സാധാരണക്കാരിൽ കുറവാണ്. അവര് ജമ്മും ഖസ്റും ആക്കും. ഖസറാക്കാൻ പാടില്ല, ഓൽക്കും ജമ്മാക്കാനേ പാടുള്ളൂ. എന്നതുപോലെ ഹജ്ജിന്റെ ഇബാദത്ത് എന്ന നിലക്ക് ജമ്മും ഖസ്റും ആക്കാതെ തന്നെയാണ് ഹംബലി മദ്ഹബുകാരും പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളൊക്കെ ജമ്മും ഖസ്റും ആക്കിയിട്ട് നിസ്കരിക്കും. അവർ യാത്രക്കാരാണെങ്കിലും അല്ലെങ്കിലും ജമ്മും ഖസ്റും ആക്കി നിസ്കരിക്കും. കാരണം അവർ പറയുന്നത് മുസ്ദലിഫയിൽ വെച്ചിട്ടും അറഫയിൽ വെച്ചിട്ടും നിസ്കരിക്കുന്ന നിസ്കാരം ജമ്മും ഖസ്റും ആക്കല് ഹജ്ജിന്റെ ഇബാദത്താണ്, അത് യാത്രയായിട്ട് ബന്ധപ്പെട്ടതല്ല. അതൊക്കെ ഓരോ മദ്ഹബുകാരുടെ കാഴ്ചപ്പാടാണ്. ഷാഫി മദ്ഹബ് അത് അല്ല പറയുന്നത്. ജമ്മാണെങ്കിലും ഖസറാണെങ്കിലും അത് അറഫയെന്നും മുസ്ദലിഫയെന്നും ആണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ യാത്രയായിട്ട് ബന്ധപ്പെട്ടതാണ്. 2 മർഹലയോ അതിൽ കൂടുതലോ യാത്ര ഉണ്ടെങ്കിൽ മാത്രമേ ജമ്മും ഖസറുമാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പൂർത്തിയാക്കി നിസ്കരിക്കുകയും വേണം. ഓരോ നിസ്കാരവും അതാതിന്റെ വഖത്തിൽ തന്നെ നിസ്കരിക്കുകയും വേണം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വേണമെങ്കിൽ ആ ഇമാമിനെ തുടർന്നുകൊണ്ട് ളുഹ്ർ നിസ്കരിക്കുക. ളുഹ്ർ നിസ്കരിക്കാൻ ഇമാമിനോട് തുടർന്ന് നിസ്കരിച്ച് ഇമാമ് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞാൽ ബാക്കി എഴുന്നേറ്റ് 2 റക്അത്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കി നിസ്കരിക്കാവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാരും ക്ഷമിക്കുക, ഞാൻ എല്ലാരും അടിയിലായിരുന്നു, സോറി. അബുഷാഹിർ സാബ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട്. പിന്നെ നമ്മള് ഈ അതായത് കാഫിറികളെ കല്യാണത്തിന് കൂടാൻ പറ്റുമോ? അവര് ഇനി കൂടിയാൽ തന്നെ അവിടെയുള്ള ഭക്ഷണങ്ങള് അവര് നമ്മളെ അയൽവാസികളാവും. പിന്നെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവരെ ഭക്ഷണത്തിന് 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് 1-2 ആള് റൂമിലുള്ളവര് ചെറിയ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിനാർക്ക് ഉണ്ടായിട്ടുണ്ട്. പോകാൻ പറ്റൂ എന്നുള്ള ഒരു ഇത്. അപ്പൊ എന്താണ് അതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള അതിന്റെ ഒരു ഇത് പറഞ്ഞു തരണം ഉസ്താദ്. ഞാൻ മൈക്കറിഞ്ഞു. കാഫിരീങ്ങളുടെ കല്യാണം, പ്രത്യേകിച്ച് അയൽവാസികൾ അതല്ലെങ്കിൽ സഹപ്രവർത്തകർ അല്ലെങ്കിൽ സഹപാഠികൾ പോലെയുള്ള മുസ്ലിങ്ങളുമായി പ്രഖ്യാപിത ശത്രുക്കളല്ലാത്ത സാധാരണക്കാരായ അമുസ്ലിങ്ങളുടെ കല്യാണങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷേ പറ്റാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നെങ്കിൽ അതിൽ കൂടാൻ പാടില്ല എന്ന് മാത്രം. ഉദാഹരണം, അവിടെ ഇപ്പൊ വേണ്ടാത്ത കള്ള് അതുപോലെയുള്ള നിഷിദ്ധമായ വസ്തുക്കളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഹറാമായ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള ഡാൻസ്, പാട്ട് പോലത്തെ, അത് മാപ്പിളന്റേതാണെങ്കിലും പാടില്ല, കാഫറിന്റെ ആണെങ്കിലും പാടില്ല. അതല്ലാതെ നമ്മുടെ അയൽവശത്ത് ഒരു അമുസ്ലിമായ സഹോദരൻ താമസിക്കുന്നുണ്ട്, അവര് നമ്മളുമായിട്ട് പ്രത്യേകിച്ച് ശത്രുതയിലൊന്നും അല്ല. അവരുടെ അവിടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അയൽവാസികൾ എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒന്നിച്ച് പഠിക്കുന്നവർ എന്ന നിലക്ക് ഒക്കെ അവരുടെ കല്യാണങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഭക്ഷണം കഴിക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. മാംസം മറ്റുമൊക്കെ ആണെങ്കിൽ അത് ഹലാലായതാണോ എന്ന് അന്വേഷിക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോ
സാധാരണ അവർ ചെയ്യൽ കല്യാണം ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് അറക്കാൻ ആടിനെയോ അതല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയോ അറക്കാൻ കോഴിനെയൊക്കെ മുസ്ലിങ്ങളെ കൊണ്ട് അർപ്പിക്കും. അതിന് കാരണം എന്താ, മുസ്ലിങ്ങളെ അവർ വിളിക്കാറുണ്ട്. അപ്പൊ അവർ പോകുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അർത്ഥതാവണമെന്നവർക്ക് അറുത്ത് ഭക്ഷിക്കും. അറുത്ത് തന്നെയല്ല, അധികവും ഭക്ഷണം പാചകം ചെയ്യുന്നവരും മുസ്ലിങ്ങളായിരിക്കും. അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിബന്ധന പാലിച്ചുകൊണ്ട് നജസ് ആവാത്ത നിലക്ക്, അതുപോലെ തന്നെ ശവം ആവാത്ത നിലക്ക് ഹലാലായ ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അതല്ല ഇനി കുറച്ചൊക്കെ ഒരു സൂക്ഷ്മത പാലിക്കുന്നവരാണെങ്കിൽ നമ്മളൊക്കെ ചെന്നാല് നമ്മളെ അയലോക്കത്ത് കുറച്ച് മുസ്ലിങ്ങളൊക്കെ ഉള്ള പ്രദേശം, സാധുക്കളാണ്, ഹരിജനങ്ങളാണ്, അവര് നമ്മളോട് വലിയ സ്നേഹവും ബഹുമാനമാണ്. ഒന്ന് ചെന്ന് പോരണം, മുജാരപ്പുറം ഒന്ന് വരണം എന്ന് പറയും. അപ്പൊ ഇനിയിപ്പോ നമ്മളെ അയലോക്കത്ത് നിന്ന് അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യനോൻ അത്ര വലിയ സന്തോഷത്തിന് മുജാരപ്പുറം ഒന്ന് വരണം എന്ന് പറയുമ്പോൾ ഒന്ന് പോകാതെന്നാ പറ്റൂല. എന്നാൽ അവിടെ ചെന്നാൽ പ്രത്യേകം ബഹുമാനിച്ച് സ്വീകരിച്ചിരുത്തും. എന്നാ പിന്നെ ആദ്യം തന്നെ ചോറിക്കാനൊന്നും നമ്മളോടൊന്നും പറയാനില്ല. അപ്പൊ എന്താക്കും, ഒന്നിരിക്കല് മറ്റേ വെള്ളോ ചായയെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലോ കൊണ്ടുവന്ന് ദ്വാരക്കണം മുല്ലരാപ്പള എന്ന് പറയും. അവൻ പറഞ്ഞ് നമ്മളെ പേരിന് ഒന്ന് കഴിച്ചെന്ന് വരുത്താൻ വേണ്ടി ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു പഴം എടുത്ത് വേണമെങ്കിൽ വെള്ളം കുടിച്ചെങ്കിൽ കുടിച്ചോ, അല്ലെങ്കിൽ വേണ്ട നോക്കും. അതിനൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ തമ്മിൽ പരസ്പരം, നമ്മുടെ നാടെന്ന് പറഞ്ഞാല് നമ്മുടെ നാട് വിവിധ സമുദായങ്ങൾ ഇടകലർന്ന് ഒരു കുടുംബത്തെ പോലെ ജീവിക്കുന്ന നാടാണ്. അപ്പൊ അവരുടെ പ്രത്യേക ആരാധനകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നത് സത്യമാണ്. ഇതങ്ങനെയല്ല, മാനുഷികമായ പരിഗണനയാണ് കല്യാണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അത്തരം കാര്യങ്ങളിൽ അയൽവാസികള്, കൂട്ടുകാര്, സ്നേഹിതന്മാര് പോലത്തോടത്ത് പങ്കെടുക്കാം. പക്ഷേ കഴിക്കുന്ന ഭക്ഷണത്തെ സൂക്ഷിക്കണം. അതിൽ ചിലപ്പോൾ ഹലാലായ അർത്ഥതല്ലാത്ത ഭക്ഷണം, അതുപോലെ തന്നെ നായ പട്ടി പോലത്തത് ഇടകലർന്ന് അതിനെപ്പറ്റി നെരസൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതല്ല, അതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ സാധുക്കളായതുകൊണ്ട് അവർ വെക്കാൻ വേണ്ടി വെപ്പുകാരായിട്ട് മുസ്ലിങ്ങളെ വിളിക്കും, അറക്കാൻ മുസ്ലിങ്ങളോട് അർപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതിന് നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കുന്നതൊന്നും കുഴപ്പമില്ല. ഏതായാലും അവരുടെ സന്തോഷത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് കുറ്റക്കാരാവുന്നതല്ല, അതുകൊണ്ട് തെറ്റില്ല. അതേസമയത്ത് മുസ്ലിങ്ങളുമായിട്ട് പ്രഖ്യാപിത ശത്രുതയിലുള്ള ശത്രുക്കളാണെങ്കിലോ അവർ നമ്മളെ വിളിക്കൂലല്ലോ, അവർക്ക് നമ്മളോട് പോകും വേണ്ട. അതില്ലാത്ത സൗഹാർദ്ദത്തിൽ കഴിയുന്നവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അനിസ്ലാമികമായ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നതല്ലാതെ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ കല്യാണത്തിൽ ഒന്ന് പോവുക, വരിക, അവരൊരു ആശംസ അറിയിക്കുകയൊക്കെ ഒന്നും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഹലോ ഉസ്താദ്, അപ്പൊ ഇവര് ഈ പിന്നെ അസ്സലാമു അലൈക്കും. ഉസ്താദ്, നമസ്കരിക്കുമ്പോൾ തൊപ്പിയിടുന്നതിനെ പറ്റി ഒന്ന് സുന്നത്താണോ നിർബന്ധമാണോ എന്ന് പറഞ്ഞ് അറിഞ്ഞാൽ നല്ലതായിരുന്നു. അസ്സലാമു അലൈക്കും. തൊപ്പി എന്നല്ല, തലമറക്കൽ സുന്നത്താണ്. അത് തൊപ്പി കൊണ്ടാവാം, തലപ്പാവ് കൊണ്ടാവാം, തൊപ്പിയും തലപ്പാവും ഒന്നിച്ചുമാവാം. മൂന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതായി അനിഷേധ്യമായി തെളിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത സന്ദർഭത്തിലല്ലാതെ തലമറക്കാതെ ഒരിക്കലും പൊതുസഭകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളിൽ അനിഷേധ്യമായി രേഖപ്പെട്ട് കിടക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, നടപടിക്രമം തന്നെയല്ല, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അഹബ്ബു സിയാബിഹി ഇലൈഹി അൽ ഖമീസ വൽ അമാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വസ്ത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ നീളക്കുപ്പായവും തലപ്പാവുമായിരുന്നു എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം എന്ന നിലക്ക് തലപ്പാവ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത സമയത്തല്ലാതെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമറക്കാതെ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പം നിസ്കാരവേളകളിലും മറ്റും പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമറച്ചിരുന്നു എന്നതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅക്കദായ ബലപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മൂന്നിനുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്, വാക്കാൽ പറഞ്ഞത്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചത്.
3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ സ്വഹാബക്കൾ ആരെങ്കിലും പ്രവർത്തിച്ചിട്ട് നബി തങ്ങൾ അതിനെ എതിരൊന്നും പറയാത്തത്. ഇത് 3 സുന്നത്താണ്. ഇതിൽപ്പെട്ട രണ്ടാമത്തെ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ചെയ്തിരുന്ന സുന്നത്താണ്. ചിലപ്പോൾ തൊപ്പിയിടുക, ചിലപ്പോൾ തലപ്പാവ് ധരിക്കുക, ചിലപ്പോൾ തൊപ്പിയിട്ടിട്ട് തലതായ സുന്നത്താണ്. മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചതാണ്. വഹാബികൾ പറയാൻ നബി പറഞ്ഞോണോന്നാ ചോദിക്കും. നബി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഹദീസുകളിൽ അധികവും സഹിഹല്ല എന്നാണ് അവർ ന്യായം പറയുന്നത്. ആട്ടെ, ചെയ്തിട്ടുണ്ട് എന്ന് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ നമ്മൾ മൗലിദ് കഴിക്കാൻ പറയുമ്പോൾ നബി ചെയ്തോണോന്ന് ചോദിക്കുക, തലയിട്ടെത്താൻ പറയുമ്പോൾ നബി പറഞ്ഞോണോന്നാ ചോദിക്കുക. അതായത് അവസരവാദമാണ് മുബ്തദീങ്ങളുടേത്, ദീനല്ല, അവസരവാദം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പതിവായി ചെയ്ത ഒരു സുന്നത്താണ് തല മറച്ചുകൊണ്ട് മാത്രം നിസ്കരിക്കുക, പൊതുസഭകളിൽ പ്രത്യക്ഷപ്പെടുക എന്നത്. അത് 3 രീതിയിലുണ്ട്. ചിലപ്പോൾ തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കും. നമ്മളൊക്കെ വലിയ വലിയ ഉസ്താദന്മാരൊക്കെ ചെയ്യുമ്പോൾ തൊപ്പിട്ട് തല കെട്ടുക. മറ്റു ചിലപ്പോൾ തലപ്പാവ് മാത്രം ധരിക്കും, ചില സന്ദർഭങ്ങളിൽ തൊപ്പി മാത്രം ധരിക്കും. ഇത് 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ചെയ്ത സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ്. അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് മുഅക്കദായ സുന്നത്തുമാണ്. സുന്നത്തുമാണ്. ഹലോ, അസ്സലാമു അലൈക്കും. സോ എന്റെ സംശയം, നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസയിൽ വന്ന ഒരാള്, ജിദ്ദയിൽ താമസിക്കുന്ന ആള് ഉംറയെല്ലാം ചെയ്ത് നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. വിദായിന്റെ തവാഫ് ചെയ്ത് വന്നു. അപ്പൊ ചില സാങ്കേതിക കാരണങ്ങളാൽ പോക്ക് കുറച്ച് നീണ്ട് കാരണത്താൽ വീണ്ടും ഹറമിൽ പോകാൻ തീരുമാനിച്ചു. അപ്പൊ വീണ്ടും വിദായിന്റെ തവാഫ് ചെയ്യണോ, അതോ ഇതിന്റെ മുമ്പ് ചെയ്ത വിദായിന്റെ തവാഫ് മതിയോ, അത് ഇനിയും ഒരു പ്രാവശ്യം കൂടി ഹറമിൽ പോകണം തീരുമാനിച്ച സ്ഥിതിക്ക് വീണ്ടും വിദായിന്റെ തവാഫ് ചെയ്യണോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. അത് ശരിയാ. രണ്ടാമത് തവാഫ് ചെയ്യേണ്ടി വരും. അതായത് നേരത്തെ ഉംറയൊക്കെ കഴിഞ്ഞ് പോരുമ്പോ തവാഫുള്ളതായി ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ ഇനി നാട്ടിൽ പോവുകയാണെങ്കിൽ ആ തവാഫ് മതി. അതല്ല, രണ്ടാമത് ഇനി നാട്ടിൽ പോകുന്നതിന് മുമ്പ് മക്ക ഷരീഫിൽ ഒന്നുകൂടി പോവുകയാണെങ്കിൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഉംറയൊക്കെ എടുത്തിട്ട് പോയേക്കാണെങ്കിൽ അത് കഴിഞ്ഞ് മക്കത്തുനിന്ന് യാത്ര പുറപ്പെടുന്ന സമയത്ത് രണ്ടാമത് തവാഫ് ചെയ്യൽ വുജൂബാണ്. ആദ്യം ചെയ്തത് മതിയാവൂല. രണ്ടാമത് മക്കത്ത് പോയിട്ട് ഞാൻ പറഞ്ഞതിന്റെ നേരെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ തവാഫ് മതി. അല്ല, രണ്ടാമതൊന്ന് മക്കത്ത് പോകുന്നുണ്ടെങ്കിൽ, പോകുന്നത് നല്ല തന്നെയാണ്, കാരണം എപ്പോഴും അങ്ങനെ വരാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ. അങ്ങനെ പോവുകയാണെങ്കിൽ പോയി അവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ തവാഫുൽ വദാഇ ചെയ്യൽ വുജൂബാണ്. ആദ്യം ചെയ്തത് മതിയാവൂല. ഓക്കെ. ഹലോ ഉസ്താദ്, അബൂമിഷാൽ എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. ഇതിന്റെ ഉപചോദ്യാണ്. പിന്നെ ഇവര് കഴുകിയ പാത്രങ്ങള് അതില് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇല്ല, അവരെ എങ്ങനെയാണ് അതിന്റെ ഒരു മസാലയും കൂടി ഒന്ന് പറഞ്ഞു തരണം. കഴുകിയ പാത്രങ്ങളിൽ പറ്റും. അതേസമയത്ത് നായ തലട്ട പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായതാണെങ്കിൽ അത് അവർ കഴിയാൻ പോരാ. അല്ലാതെ സാധാരണഗതിയിലുള്ള കഴുകിൽ അവർ കഴിയാൻ മതി. കാരണം നമ്മളെ വീടുകളിലൊക്കെ ഇപ്പൊ കല്യാണം ഉണ്ടായാൽ അവർ തന്നെയല്ലേ പാത്രം കഴിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. അതിന് ഞങ്ങളുടെ നാട്ടിലുള്ള ഹരിജനങ്ങൾ കണക്കന്മാർ എന്ന് പറയുന്ന ഹരിജനങ്ങളാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. വല്ലാത്ത ഉയർന്ന ജാതിക്കാർ ഹിന്ദുക്കളൊന്നും ഞങ്ങളുടെ അടുത്തില്ല. നമ്മുടെ നാട്ടിൽ കല്യാണം, എന്റെ വീട്ടിൽ എന്നെപ്പറ്റി അടുത്ത് മോന്റെ കല്യാണം, മോളോ കല്യാണം ഒക്കെ ഉണ്ടായ സമയത്ത് ഇവര് 2 or 3 സ്ത്രീകളോട് വരാൻ പറയാ ചെയ്യുക പാത്രങ്ങളൊക്കെ കഴുകാൻ. അവര് വന്ന് വെള്ളം കോരി പാത്രമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴുകി തരും. അവസാനം ഇതൊക്കെ കഴിഞ്ഞാലും അങ്ങനെ തന്നെ തിരിച്ച് മദ്രസയിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരല്. അപ്പൊ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് രണ്ടാമത് കഴുകി വൃത്തിയാക്കിച്ചിട്ടാണ് തിരിച്ചു കൊടുക്കുക. അതിന് കുഴപ്പമില്ല. അതേ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവര് സാധാരണ അവരുടെ വീടുകളിലുള്ള പാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം അവര് ഈ ചാണകം കൊണ്ട് പുണ്യം വരുത്തുന്ന മതം ഉള്ളവരായിരിക്കും ചിലര്. അതുപോലത്തെ മദ്യം നജസാണെന്ന് വിശ്വസിക്കാത്തവരാണ് അവര്, നായ നജസാണെന്ന് വിശ്വസിക്കാത്തവരാണ് അവര്. അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ നായ തൊട്ടതാവാൻ, അതല്ലെങ്കിൽ നജസായ ഈ പശുവിന്റെ മലം മൂത്രം എന്നിവ കൊണ്ടിട്ട് പുണ്യം വരുത്തിയതോ മദ്യം ഉപയോഗിച്ചതോ പോലുള്ളതൊക്കെ ആണെന്ന് സംശയം ഉണ്ടെങ്കിൽ അവിടെ കറാഹത്ത് വരും. അതില്ല,
കല്യാണത്തിനൊക്കെ സാധാരണ അവര് നമ്മൾ ചെയ്യും പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്നിരിക്കല് മദ്രസകളിൽ നിന്നിട്ട് 2 മദ്രസയുണ്ട് ഞങ്ങളവിടെ. ഈ മദ്രസയിലൊക്കെ വാടക സാധനങ്ങളുണ്ട്. അവിടെ നിന്ന് ആ സാധനം വാടക കൊണ്ടുപോകുന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ടൊന്ന് കഴുകുകയും ചെയ്യും. അങ്ങനത്തെ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതേസമയത്ത് അവരുടെ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നാം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ഈ പശുവിന്റെ മൂത്രം മലം പോലത്തതുകൊണ്ട് വൃത്തിയാക്കുന്ന ഉപയോഗത്തിൽപ്പെട്ടിട്ടുണ്ടോ, മദ്യം പോലെയുള്ള നജസ് ഉപയോഗിച്ചിട്ടുണ്ടോ, നായ തൊട്ടിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഉറപ്പില്ലാത്തോടും ഉപയോഗിക്കാമെങ്കിൽ പോലും കറാഹത്തുണ്ട്. അതേസമയത്ത് ഈ വാടക കൊണ്ടുവരുന്നവർ അവർ കഴിയാൻ ഒരു കുഴപ്പമില്ല. അവിടെ കാരണം എന്താ പറഞ്ഞേക്ക് ഈ പശുവിന്റെ മൂത്രം കൊണ്ടോ മലം കൊണ്ടോ വൃത്തിയാക്കുന്ന അവസ്ഥയോ അതല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന അവസ്ഥയോ ഒന്നും ഇപ്പൊ പരസ്യത്തെ ഈ പാത്രങ്ങളിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവര് കഴിക്കാൻ പോരാഞ്ഞിട്ടല്ല, അവരെ വീട്ടിലെ സ്ഥിരം ഉപയോഗിക്കുന്നിടത്ത് അവര് ഇതൊക്കെ പുണ്യവസ്തുവായിട്ടാണ് കാണുന്നത്, പശുവിന്റെ മലവും മൂത്രവും പോലത്തത്. അതുപോലെ തന്നെ മദ്യം നജസായി അവർ കാണുന്നത് ചിലപ്പോൾ ആ പാത്രത്തിൽ ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ നായ നജസായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ അവരുടെ പാത്രങ്ങളിൽ നായ തലയിട്ടിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന വസ്തു അത് ഉപയോഗിക്കൽ കറാത്തുണ്ട്. നല്ല ഹറാമില്ല. കാരണം എന്താണ്? ഉറപ്പില്ലല്ലോ, നജസുണ്ടെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് കറാത്ത. അതേ സമയത്ത് കല്യാണാദി സദ്യകളിൽ പുറമേ നിന്ന് വാടകയ്ക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളിൽ ഇത്തരം സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവർ കഴിക്കാൻ ഒരു കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ചോദ്യം, വിദേശ സംഘടനകൾക്കും അതുപോലെ തന്നെ അമുസ്ലിങ്ങൾ നടത്തുന്ന ആഘോഷങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയ്ക്ക് സംഭാവനകൾ നിർബന്ധിത സാഹചര്യത്തിൽ കൊടുക്കേണ്ടി വരുന്നു, അതിന്റെ വിധി എന്താണെന്ന് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, മുക്കുപണ്ടം നിർമ്മാണവും വിൽപ്പനയും ഹറാമാണെന്ന് പറഞ്ഞെങ്കിലും അതിന്റെ ഉപയോഗം എന്താണ്, അതിന്റെ വിധി എന്നും കൂടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. മൈക്രോസിന് സ്ലാമേ. എത്ര ചോദ്യാഭൂമിശ്വരെ ഒന്നായിട്ടാ എനിക്ക് കിട്ടുക. ഞാൻ നിങ്ങളേക്ക് കുട്ടിയല്ല, 2ാം കെട്ടില്ല, 1 കെട്ടിയെന്നെ ഉണ്ടാക്കാൻ വയ്യാത്ത മനുഷ്യനാ ഞാൻ. എന്നിട്ട് പിന്നെ ഇത് ഒക്കെപാടെ ചോദിച്ചാ പിന്നെ ഒക്കെപാടെ എനിക്ക് കിട്ടുമോ? മറന്നുപോകൂലേ? രാഷ്ട്രീയ സംഘടനകള്, ബിദഈ കക്ഷികൾ, പിന്നെ അമുസ്ലിങ്ങളുടെ ആഘോഷം എന്നിവക്ക് സംഭാവന കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ സംഭാവന കൊടുക്കേണ്ടി വരുന്നെങ്കിൽ എന്താണ് അതിന്റെ വിധിന? ബിദഈ കക്ഷികൾക്ക് സംഭാവന വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കണോണ്ട് കുഴപ്പമില്ല, രോഗം വന്നാൽ മരുന്ന് വാങ്ങി കൊടുക്കണോന്നും കുഴപ്പമില്ല. അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്, അവരുടെ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് പോലത്തത് കൊടുക്കുന്നത് കടുത്ത തെറ്റും കുറ്റവും ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിക്കുന്ന എല്ലാ ഉത്തരവാദിത്വവും അവർക്കുണ്ടാവും. അത് നിർബന്ധിത അവസ്ഥ, സുന്നത്ത അവസ്ഥ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ദീനിനെ അവഹേളിച്ച് ചവിട്ടിത്തേച്ച് വികൃതമാക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്ത് സഹായിക്കുന്നവന്റെ എല്ലാ ഉത്തരവാദിത്വവും ബിദഈ കക്ഷികളുടെ സംഘടനാ പ്രവർത്തനത്തിനും അവരുടെ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും സഹായിക്കുന്നവർ ഏൽക്കേണ്ടി വരും. അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാവും. ഈ ബിദ്അത്തിലൂടെ വളർന്നു വന്ന് ലോകത്ത് ആ ബിദ്അത്ത് പ്രചരിപ്പിക്കപ്പെടുകയും അത് നിലനിൽക്കുകയും ചെയ്യുന്ന കാലത്തോളം അതിനെ സഹായിച്ച ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരായിക്കൊണ്ടിരിക്കും. വലിയ കുറ്റമാണ്. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. എന്നാ ഒരുത്തൻ മരിക്കാൻ കിടക്കുകയാണ്, ഓനെ ചികിത്സിക്കണം, നിങ്ങൾ ചികിത്സയോട് അതിന് കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ ഒരുത്തനും പട്ടിണി കിടക്കുകയാണ്, ഒരു നേരത്തെ ചോറ് വാങ്ങി കൊടുത്തോളൂ, അതിന് കുഴപ്പമില്ല. അല്ലാത്തത് വലിയ കുറ്റമാണ്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം. എന്താ നിങ്ങൾ പറഞ്ഞു ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ബിദ്അത്ത് ചെറിയ ബിദ്അത്താണ് നിങ്ങൾ മനസ്സിലാക്കണ്ടോ? ഹബീബായ മുത്തുമുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽ 20 ഉപ്പാപ്പമാരിൽ ഒന്നെങ്കിലും മുസ്ലിം ഉണ്ടോ? 20 കാഫിരീങ്ങളുടെ പേരിൽ നിങ്ങളെ മക്കൾക്ക് ചൊല്ലിപ്പഠിപ്പിക്കുന്നത് എന്ന് ഇപ്പത്തെ ജിന്നായ ഡോക്ടർ, നല്ല കൂക്കണയിൽ ഡോക്ടർ കിട്ടിയ കാക്കണ്ടല്ലോ, അവൻ ജിന്നാടതിന് മുമ്പ് പ്രസംഗിച്ചതാണ്. അത് പ്രചരിപ്പിക്കുന്ന കൂട്ടിൽ 20 ഉപ്പാപ്പമാരിൽ ഒന്നെങ്കിലും മുസ്ലിം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഒരു മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും പിറന്ന ഒരു മനുഷ്യജീവിക്ക് ധൈര്യം വന്നെങ്കിൽ ആ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്ന വേണ്ടിയിട്ട് സഹായിക്കുന്നവന് ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു വെറുതെ വിടൂല. അതിലും അപ്പുറത്താണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണ മനുഷ്യന്റെ കഴിവും കൂടിയില്ല. നമ്മളെയൊക്കെ ചെരുപ്പിന്റെ ചോട്ടിൽ നജസായാല്
മണത്തുകാരനെങ്കിലും അറിയാം, അതും കൂടി അറിയാൻ കഴിയൂല മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ ഒരു മൃഗമായ മനുഷ്യൻ, അയാളുടെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ സഹായിക്കുന്നത്? എങ്കിൽ ഇസ്ലാമിനെ പൊളിക്കുക എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കൈക്കോട്ടും കത്തിയെടുത്തിട്ടല്ല ഇസ്ലാമിനെ പൊളിക്കല്. അപ്പൊ അത് ഒരു കാരണവശാലും സഹായിച്ചാൽ അള്ളാന്റെ അടുക്കൽ രണ്ട് കയ്യും കെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും. വിദഅത്തുകാരനെ സഹായിക്കുന്നവൻ ദീൻ പൊളിക്കാൻ സഹായിച്ചവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രസിദ്ധമായ ഹദീസുണ്ട്. അതുകൊണ്ട് അത് പാടില്ല. എന്നാൽ രാഷ്ട്രീയത്തിനോ? രാഷ്ട്രീയത്തിന് അങ്ങനെ വരൂല. ദീൻ പൊളിക്കണ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിലില്ല. ചിലത് ദീനിന് ഗുണവും ദോഷവും ഇല്ല, ചിലത് ചില്ലറ ഇടങ്ങാറൊക്കെ ഉണ്ടാക്കും. അത് ദീനെന്നുള്ള ആൾക്കല്ല, ഓൽക്ക് ഇഷ്ടപ്പെടാത്തവരെന്നുള്ള ആൾക്ക്. അവരെയും സഹായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുടുങ്ങുന്ന സമയത്ത്, കാരണം എന്താന്ന് വെച്ചാൽ എന്തിനും ഇത് വേണ്ടി വരും. പണ്ട് വഫാസാറ് പറയാലുണ്ട്, മുസ്ലിങ്ങളായതുകൊണ്ട് അള്ളാന്റെ കുതിർത്ത് നമ്മൾ വിശ്വസിക്കുന്നു, അത് കഴിഞ്ഞാൽ ദുന്യാവിൽ ഏറ്റവും വലിയ കുതിർത്ത് രാഷ്ട്രീയത്തിനാണെന്ന് പറഞ്ഞു. എന്തിനും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പം ഓരുടെ ദുൽമിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ മാർഗമില്ല. അതുകൊണ്ട് കുടുങ്ങിയിട്ട് കൊടുക്കുക, വണ്ടാറടക്കാം എന്നുള്ള ആൾക്ക് കൊടുത്താൽ നിർബന്ധിത സാഹചര്യത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള കുഴപ്പമില്ല. ഇത് ഈ മുബ്തദിയങ്ങൾക്ക് കൊടുത്തതുപോലെയുള്ള. അതുപോലെ തന്നെ അമുസ്ലിങ്ങൾക്കാണെങ്കിൽ അവരുടെ പൂജാതി ആരാധനകളെ സഹായിക്കാൻ പാടില്ല, വ്യക്തിപരമായി സഹായിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, പിന്നെന്ത് പറഞ്ഞിന്? എന്തൊക്കെയോ ചോദിച്ചിട്ടാണ്. അങ്ങനെ ഒന്നായിട്ട് ചോദിച്ചാൽ അബൂമിശലെ ഈ സാധു വയസ്സനായ മനുഷ്യനക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരത്തിന്റെ ഓർമ്മയിലുള്ളത് പറഞ്ഞു, ബാക്കി ഞാൻ മൈക്കൂട്ടു. അതല്ല സാറേ, മുക്കുവണ്ടം ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണെന്നാണ് ഞാൻ ബാക്കിയുള്ള ചോദ്യം. അതുകൂടി പറഞ്ഞാൽ മതി സാറേ. മുക്കുവണ്ടം ഉപയോഗിക്കുന്നതിന്റെ വിധി എനിക്കറിയില്ല. അത് നോക്കന്നെ വേണം. ഇപ്പൊ ഓർമ്മയിലില്ല. മുക്കുവണ്ടം ഉണ്ടാക്കാൻ പാടില്ല, മുക്കുവണ്ടം വിൽപ്പന നടത്താനും പാടില്ല. അത് ഓർമ്മയുള്ള. മറ്റേത് ഇനി നോക്കിയിട്ട് തന്നെ പറയേണ്ടതാണ്, ഉപയോഗിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാല്, ഒരാള് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥലമെല്ലാം കച്ചവടാക്കി അതിനുശേഷം ആ കിട്ടിയ സമ്പത്തുകൊണ്ട് അവൻ ഹജ്ജിന് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വിദായിന്റെ തവാഫ് ചെയ്യാതെ പോവുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഫിദിയന്റെ വിധി എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് സാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വദാഇന്റെ തവാഫ് ചെയ്യൽ വാജിബാണ്. പക്ഷേ അത് സംഗതി വശാൽ സൗകര്യപ്പെട്ടില്ല, അല്ലെങ്കിൽ മറന്നുപോയി, സാമ്പത്തികമായി ഫിദിയ കൊടുക്കാൻ കഴിയാത്ത ആള് 10 നോമ്പ് നോൽക്കുകയാണ് വേണ്ടത്. അപ്പോ ആദ്യം 3 നോമ്പ് നോൽക്കുക, ഫിദിയ എന്നുള്ള നെയ്യത്തോടു കൂടി തന്നെ. ഫർളായ നോമ്പാണ്, രാത്രി നെയ്യത്ത് ചെയ്യണം. തുടർന്ന് 3 ദിവസം നോൽക്കുക. 3 ദിവസം നോറ്റതിന് ശേഷം ഇടയ്ക്കൊരു 4 ദിവസം ഇടവിടുക. 4 ദിവസം കഴിഞ്ഞിട്ട് 5-ാം ദിവസം മുതൽ ബാക്കി 7 നോമ്പും. അങ്ങനെ 3ഉം 7ഉം 10 നോമ്പ് വിൽക്കുക. സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ അർക്കാണ് വേണ്ടത്. അത് പറഞ്ഞേക്കാളുള്ള വിറ്റ് ഒക്കെ ഒപ്പിച്ച് ഒരു വിധത്തിൽ പോയ മനുഷ്യനാണ്. അപ്പൊ സാമ്പത്തികമായ അയാളോട് പ്രയാസപ്പെടും. സാമ്പത്തികമായി കഴിവില്ലെങ്കിൽ പിന്നെ അയാൾ ചെയ്യേണ്ടത് 10 നോമ്പ് വിൽക്കുക. ഒന്നായിട്ട് 10 നോമ്പ് ഒപ്പം നോറ്റാൻ പറ്റൂല. കാരണം സലാസത്തുൽ ഫിൽ ഹജ്ജ് വസബഅത്തിന്റെ ദറജാത്തും എന്ന ആയത്താണ്. ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഒന്നും നാട്ടിലെത്തിയിട്ട് എഴുതുന്നാ പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റാത്തപ്പം ഏറ്റവും ചുരുങ്ങിയ തോതിൽ ഹജ്ജിൻ എന്ന് പറഞ്ഞാൽ അറഫാൻ ദിവസത്തോടു കൂടിയാണല്ലോ. അപ്പൊ പെരുന്നാളിന്റെ 4 ദിവസം എന്തായാലും ഇടവരും. പിന്നെ യാത്ര ചെയ്യാനുള്ള ചെറിയ 1 ദിവസത്തിന്റെ ഒഴിവൂടി വിട്ടാൽ ഒരു 5 ദിവസമോ 6 ദിവസമോ ഇടവിടുക. എന്നിട്ട് ബാക്കി നോൽക്കുക. അപ്പൊ ആദ്യം 3 ദിവസം ഫിദിയന്റെ നോൽമ്പ്, ഈ വദാഇന്റെ തവാഫ് വാജിബ് നഷ്ടപ്പെട്ടതിനാൽ നിർബന്ധമായ ഫിദിയന്റെ നോമ്പ് എന്ന നിലക്ക് ആദ്യം 3 ദിവസം നോൽക്കുക. അതിന്റെ ശേഷം ഒരു 5ഓ 6ഓ ദിവസം ഇടവിട്ടിട്ട് പിന്നെ 7 നോമ്പ് നോൽക്കുക. അങ്ങനെ 10 നോമ്പ് നോറ്റാൽ മതിയാവുന്നതാണ്. അപ്പൊ വാജിബ് വിടും. അസ്സലാമു അലൈക്കും. ഉസ്താദേ, എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഒരാൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് സ്വർണം കൊടുത്ത് സഹായിച്ചു, പിന്നീട് അയാളെ കയ്യിൽ
പകരം തരാന് സാമ്പത്തികമായിട്ടൊന്നുമില്ല, പിന്നെ സ്ഥലമാണുള്ളത്. അപ്പൊ ആ സ്ഥലം അയാളിൽ നിന്നും വാങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടി, അയാള് സ്ഥലം തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം വാങ്ങാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഒരാൾക്ക് സ്വർണം കടം കൊടുത്തു, ആണല്ലോ പള്ളത്, സ്വർണം കടം കൊടുത്തു. ഇപ്പോൾ അയാളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് പിന്നീട് സ്വർണം തിരിച്ചു തരാ എന്ന വ്യവസ്ഥയിൽ കൊടുക്കുന്നതിനാണ് കടം കൊടുക്കാറാണ്. ഈ കടം കൊടുത്ത സ്വർണമായി തിരിച്ചു തരാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ തനിക്ക് കിട്ടാനുള്ള കടമാവുന്ന സ്വർണം, ആ സ്വർണത്തിന്റെ വില കണക്കാക്കി അതിന് തുല്യമായി ഭൂമി തരുന്നെങ്കിൽ അത് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വില നിശ്ചയിക്കണം. സ്വർണത്തിന് എന്താണ് വില? ഇപ്പോൾ ഉദാഹരണം 10 പവൻ സ്വർണമായിരുന്നു നേരത്തെ കൊടുത്തിരുന്നതെങ്കിൽ, അതായത് കിട്ടാനുള്ള തുകക്ക് പകരം ആ തുകക്ക് തുല്യം വരുന്ന മറ്റു വസ്തു ഉഭയകക്ഷി സമ്മതത്തോടു കൂടി വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും തരുന്ന അയാൾക്കും വാങ്ങുന്ന നിങ്ങൾക്കും സ്വീകാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ബാങ്ക് മുഖേന അല്ലാതെ നാട്ടിലേക്ക് പൈസ അയക്കുന്ന സംവിധാനം അത് തെറ്റാണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പലിശയുമായി ബന്ധപ്പെടുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റുമോ, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് 2 ചോദ്യങ്ങൾ. പലിശ ഇടപാട് ചെയ്യുന്ന ആളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ ഹറാമില്ല. പക്ഷേ ശുബ്ഹത്തുള്ളത് കൊണ്ട് ഒഴിവാക്കുന്നത് നന്ന് കറാഹത്ത് വരും എന്ന് വേണമെങ്കിൽ പറയാം. പരമാവധി അതിന്റെ അപ്പുറം ഹറാമാണെന്ന് പറയണമെങ്കിൽ ഇയാള് പലിശ മാത്രമുള്ള ആളാണെന്നും ഹലാലായ കാശ് അയാളുടെ കൈവശം ഇല്ല എന്നും ഉറപ്പുണ്ട്. അതല്ലെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണം പലിശയിൽ നിന്നിട്ടുള്ളതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹറാമാണ്. അത് ഉറപ്പില്ല, ഇയാൾക്ക് പലിശ ഇടപാട് നന്നായി ഉണ്ട്, ആ നിലക്കുള്ള കാശുണ്ട്, അല്ലാതെ ഹലാലായ വരുമാനത്തിന്റെ കാശുണ്ട്, അങ്ങനത്തെ ആളിൽ നിന്നിട്ടാവുമ്പോൾ അത് ശുബ്ഹത്താണ്, ഒഴിവാക്കലാണ് നല്ലത്. ചെയ്യൽ ഹറാമ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെന്താ 2 ചോദിച്ചില്ലല്ലോ. ഒന്നെന്തേനി? സമയം വളരെ അങ്ങത്തിന് പങ്കുകൊടുക്കാൻ ഇനി കുറഞ്ഞ സമയം കൂടിയുള്ളൂ. ആ ബാങ്കുമായി അല്ലാതെ വല്ല മാർഗമുണ്ടോ അത് എനിക്കറിയില്ല. അത് എന്നെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കേണ്ടതാണ്. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് കൂടി ചോദിച്ച് പഠിച്ചുകൊണ്ട് ചെയ്യേണ്ട വിഷയമാണ്. ബാങ്ക് മുഖേനയല്ലാതെ അയക്കുന്ന കാശ് എന്താണ് അതിൽ നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത് ഇവിടെ കുഴലി എന്ന പേരിൽ അറിഞ്ഞ് ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് നമ്മളിൽ നിന്നിട്ട് കാശ് സ്വീകരിച്ചിട്ട് ഇവിടുന്ന് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നിട്ട് അവർ സ്വർണം വാങ്ങി ചില ആളുകൾക്ക് അതിന് നിശ്ചിത സംഖ്യ പ്രതിഫലം കൊടുത്ത് നാട്ടിലെത്തിച്ച് ബോംബെയിലോ അതല്ലെങ്കിൽ മദ്രാസിലോ ഒക്കെ കൊണ്ടുപോയി വിറ്റ് അങ്ങനെ ആ കാശിൽ നിന്നിട്ട് തരുന്നൊരു ഏർപ്പാടുണ്ട്. ഇനി അത് കിറാമിന്റെ ഷർത്ത് വ്യത്യാസമുള്ള കിറാം ഇടപാടാണ് എന്ന നിലക്ക് പലിശന്റെ അവസ്ഥ വരുമായിരുന്നില്ല. ഇന്ന് അവരെന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇന്ന് അങ്ങനെ സ്വർണം കൊണ്ടുപോകുന്നതും വിൽക്കുന്നതുമായിട്ട് അറിയുന്നില്ല, മറ്റെന്തൊക്കെയോ ആണ്. അതെന്താണെന്ന് അറിയാത്തോടത്തോളം അത് ഹലാലാണോ ഹറാമാണോ എന്ന് ഫത്വ പറയാൻ കഴിയില്ല. അപ്പൊ അതെന്താണ് നിങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പരിചയമുള്ള ആളുകളോട്, വിശ്വസ്തരായ ആളുകളോട് ചോദിച്ചിട്ട് പഠിച്ചോളൂ. എന്നിട്ട് അത് പറഞ്ഞു വിശദീകരിച്ചു തരികയാണെങ്കിൽ അതിന്റെ ഹുക്കം എന്താണെന്ന് പറയാൻ കഴിയും, അല്ലാതെ പറയാൻ പറ്റൂല. ശരിയല്ലേ? ബാങ്ക് പറഞ്ഞേക്ക് ഇസ്ലാമിക് ബാങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് വളരെ മെച്ചമായിരുന്നു. ഇവിടെ ഉണ്ട്, പക്ഷേ എവിടെ ഇല്ല, നമ്മുടെ നാട്ടിൽ അത് തുടങ്ങിയിട്ടില്ല. ഏതോ തമിഴ്നാട്ടിൽ നിന്ന് പറന്നു വന്ന ഒരു സാമി എന്ന് പറയുന്ന പലിശപ്പണക്കാരുടെ സോൾ ഏജൻസി ആയിട്ട് നടക്കുന്ന ഒരു സാമിയുണ്ട്. ആ സാമി കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് നേരത്തെ വരുമായിരുന്ന ഇസ്ലാമിക് ബാങ്കിനെ ഒരുപാട് കാലതാമസം വരുത്തി കേസൊക്കെ തള്ളിപ്പോയി എന്നാണ് എന്റെ ധാരണ. ഏതായാലും അത് നിലവിൽ വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഹൈറായിരുന്നു, എന്നാൽ ഹലാലായ മാർഗത്തിൽ തന്നെ അതിന് വഴി ഉണ്ടാകുമായിരുന്നു. ഇന്നുള്ളതൊക്കെ പലിശ ബാങ്കുകളുടെ കൈമാറ്റങ്ങളാണ്. അത് മറ്റു മാർഗം ഇല്ലാത്തപ്പം പലിശ ഇല്ലാത്ത വകുപ്പുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ ചെയ്യുക. ഉള്ള മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ പലിശ വാങ്ങാതെ ആ ബാങ്കുകളുമായിട്ട് ഇടപെടാണ്ട.
മറ്റൊരു ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതറിയുമെങ്കിൽ മാത്രമേ അതിനെ സംബന്ധിച്ച് വിധി പറയാൻ കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഈ മെഹർമില്ലാതെ സുന്നത്തായ ഉംറക്ക് പോയ ഒരു സ്ത്രീ ആ യാത്രയുടെ ആനുകൂല്യം ഉപയോഗിച്ച് നിസ്കരിച്ച, അതായത് പിന്നെ ജമ്മാക്കിയിട്ടും കസറാക്കിയിട്ടൊക്കെ നിസ്കരിച്ച നിസ്കാരങ്ങൾ പിന്നീട് വീട്ടേണ്ടതുണ്ടോ എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും. യാത്രാ ആനുകൂല്യങ്ങളൊക്കെ ഹലാലായ യാത്രക്ക് മാത്രമേ ബാധകമാവൂ. അല്ലാത്തവർക്ക് അതൊന്നും ജായിസാവില്ല. ഹറാമായ യാത്ര ചെയ്യുന്ന ഒരാൾക്കും മാസിയത്തിന്റെ സഫർ എന്നാണ് അതിന് പറയാ. ജമ്മും കസറും സഹിയാവണമെങ്കിൽ അതിനെ ഷർത്തായിട്ട് തന്നെ പറയുന്നത് ഹലാലായ യാത്രയായിരിക്കണം, ദീർഘയാത്രയായിരിക്കണം, നിശ്ചിത ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കണം എന്ന്. അതിനിപ്പോ ദീർഘയാത്രയാണെന്നുള്ള ഓക്കെയാണ്, നിശ്ചിത ലക്ഷ്യസ്ഥാനമുണ്ട് എന്നതും ഓക്കെയാണ്. പക്ഷെ ഹറാമായ യാത്രയാണെന്ന് വന്നാൽ ഒന്നാമത്തെ ഷർത്ത് തന്നെ ഇല്ലാന്ന് വരുമല്ലോ. ഷർത്തില്ലാഞ്ഞാൽ സഹിയല്ല. അതുകൊണ്ട് ജമ്മും കസറും രണ്ടും സഹിഹല്ല. അപ്പൊ അങ്ങനെ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് മടക്കി നിസ്കരിക്കേണ്ടത് തന്നെയാണ്. പിന്നെ മറിഞ്ഞ മയ്യത്തിന്റെ മേലിൽ നിസ്കരിക്കുമ്പോ ഇവിടെ ഒരു വട്ടം നിസ്കരിച്ച ഒരാൾക്ക് രണ്ടാമത് വീണ്ടും മറിഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതോ നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം മയ്യത്തിന് കിട്ടുമോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരാൾ ചോദിച്ചപ്പോ മറുപടി കൊടുക്കാൻ പെട്ടെന്ന് കഴിയണില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അതിന് മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വായിബായാലും ഹാദിറായാലും ഒരു മയ്യത്തിന്റെ മേൽ ഒരിക്കൽ നിസ്കരിക്കലാണ് ഫർള് കിഫായത്ത്. ഒരിക്കൽ നിസ്കരിച്ച മയ്യത്തിന്റെ മേൽ രണ്ടാമത് നിസ്കരിക്കൽ ഫർള് ഇല്ലെന്ന് മാത്രമല്ല സുന്നത്തും ഇല്ല. പക്ഷേ ജായിസാണ്, നിസ്കരിക്കൽ ജായിസാണ്. അങ്ങനെ നിസ്കരിച്ചാൽ സുന്നത്തിന്റെ കൂലി കിട്ടുകയും ചെയ്യും. ആ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആകണ്ട. നിസ്കരിക്കൽ സുന്നത്തില്ല രണ്ടാമത്, പക്ഷേ നിസ്കരിക്കൽ ജായിസാണ്. അങ്ങനെ ജായിസായ നിസ്കാരം നിർവഹിച്ചാൽ അതിന് സുന്നത്തിന്റെ കൂലി കിട്ടും. അപ്പൊ ഫർദ് കിഫായ ആണെങ്കിലോ ഫർദിന്റെ കൂലി തന്നെ കിട്ടും ചെയ്യും. ഒരിക്കൽ നിസ്കരിക്കൽ ഫർദ് കിഫായാണ്. അപ്പം അത് 1,00,000 ആളുകൾ നിസ്കരിച്ച ആ 1,00,000 ആളുകൾക്കും ഫർദ് കിഫായത്തിന്റെ ഫർദിന്റെ കൂലി തന്നെ കിട്ടുക. പിന്നെ രണ്ടാമത് മടക്കി നിസ്കരിക്കൽ സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളിൽ പെട്ടതാണ് മയ്യിത്ത് നിസ്കാരം. അപ്പൊ രണ്ടാമത് ആവർത്തിച്ച് നിസ്കരിക്കൽ സുന്നത്തില്ല, എന്നാൽ ജായിസാണ്. അത് 2 വട്ടായാലും വേണ്ടില്ല, 3 വട്ടായാലും വേണ്ടില്ല, 11 വട്ടായാലും വേണ്ടില്ല, ജായിസാണ്. അങ്ങനെ ജായിസായ നിലക്ക് ഈ നിസ്കാരം അവൻ നിർവഹിച്ചാൽ അതിന് സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും. കാരണം അതിന് പറഞ്ഞത് മയ്യിത്ത് നിസ്കാരം കൊണ്ട് ലക്ഷ്യം വെക്കപ്പെടുന്ന മുഖ്യമായ ലക്ഷ്യം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്. അതൊരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യന് എത്ര പ്രാവശ്യം ദുആ ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. ആ നിലക്ക് ജായിസാണ്. ചെയ്താൽ അതിന്റെ കൂലി കിട്ടുകയും ചെയ്യും. ഓക്കെ, സമയം വളരെ നീണ്ടുപോയി. ഈ ബാങ്ക് കൊടുക്കാൻ പോവാണ്, നിർത്തുകയാണ്. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞ ആളുകൾ തന്നെ നമ്മളെ ഖാലിദ് സാഹിബിന്റെ ഉമ്മ ഉൾപ്പെടെയുള്ള മരണപ്പെട്ടു പോയ ആളുകളുടെ പരലോക ഗുണത്തിനു വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അർഹമർ റഹീമായ രാജസീദായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ ഹൈറായ പ്രവൃത്തികളും ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ തെറ്റായ പ്രവർത്തനങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അള്ളാഹു അവരുടെ ദോഷങ്ങളൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കുകയും അവർക്ക് നീ നിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാര്, ഉമ്മവാപ്പമാര്, ബന്ധുജനങ്ങൾ, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ആഖിറം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷയിലാണ്. ആ പരീക്ഷയിലൊക്കെ അവർക്ക് ഉന്നതമായ വിജയം നീ നൽകണേ റഹ്മാനെ. നല്ല ഓർമ്മശക്തിയും
കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയും നൽകി അവരെ ഉന്നത സ്ഥാനങ്ങളിൽ നീ എത്തിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ മക്കളെ നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങൾക്ക് ജന്മം നൽകാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളുടെ ഒരുപാട് ഹൈറായ ഹലാലായ മുറാദുകളുണ്ട്. എല്ലാം നീ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ആദരിച്ച അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ഹക്ക് കൊണ്ട് നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നിട്ടും പ്രയാസങ്ങളിൽ നിന്നിട്ടും രോഗങ്ങളിൽ നിന്നിട്ടും നീ സലാമത്താക്കണേ പഠിച്ചവനെ. ഒരുപാട് ആളുകൾ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാം നീ പൂർണ്ണമായ ശിഫ നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ അണകളെ നീ നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, കൂട്ടുകുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർക്കും കൂട്ടുകുടുംബങ്ങൾക്കും ഇടയിൽ നീ സ്നേഹവും ഒത്തൊരുമയും സൗഹാർദ്ദവും നൽകണേ റഹ്മാനെ. ഇക്കാമ ബുദ്ധിമുട്ടുന്നവർ, ജോലിയിൽ ബുദ്ധിമുട്ടുന്നവർ, പല നിരക്കുള്ള വിഷമങ്ങളുള്ളവർ, നാട്ടിൽ പോകാൻ കഴിയാത്തവരൊക്കെയും നീ ഹൈറായ ഫതഹ് നൽകണേ റഹ്മാനെ. ഹലാലായ ഹൈറായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർ, അതിന്റെ പ്രവർത്തകന്മാർ, അവർക്കൊക്കെ നീ ഹൈറും ബർക്കത്തും സലാമത്തും നൽകണേ തമ്പുരാനെ. റബ്ബേ, ഹൈറായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ നീ ഹൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസും നിന്റെ ദീനിന്റെ ത്വാഅത്തിലും സ്വാലിഹായ അമലുകളിലും വർദ്ധിപ്പിച്ചുകൊണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ റഹ്മാനെ. അവസാനം മരണം ഹൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ഉച്ചരിച്ച് പൂർണ്ണമായ ഈമാനോടുകൂടി ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ തമ്പുരാനെ, നിന്റെ മശ്റാവൻസബിന്റെ അർശിന്റെ തണലേഖപ്പെടുന്ന കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ ഹബീബിന്റെ ചാരത്തണയാനും അഷ്റഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റഹ്മാനെ. റബ്ബേ, ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് വിജയികളാവുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ പഠിച്ചവനെ. അർഹമുർറാഹിമായ നാഥാ, നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് എത്തക്കച്ചില്ലി പ്രയാസമേറിയ സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുകടന്ന് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ ഉലിയ സ്വാലിഹീൻ മുത്തഖീങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ശരീക്കന്മാർ, ഭക്ഷണം നിന്നവർ, വസ്ത്രം നിന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തു വന്നവർ, ഞങ്ങളോട് ദുആവസിയത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആവസിയത്ത് ഏറ്റെടുത്ത, ഞങ്ങൾ ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മോമിനും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലും റാഹത്തിലും സലാമത്തിലുമാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.